ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട്. നിങ്ങൾ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ട്? പരസ്യമല്ലാതെ. അല്ല, ഞാനെന്താ കാണുന്നത്? നിങ്ങളല്ലേ കാണുന്നത്? നിങ്ങൾക്കെതിരെയല്ലേ വലിയ ആരോപണം വന്നിട്ടുള്ളത്? നിങ്ങളാണല്ലോ അതിനെപ്പറ്റി കാണേണ്ടത്. നിങ്ങളതിന് പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല. സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നില വരുമ്പോൾ എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാണ് ഉണ്ടാവുക. ഇന്നലെയും ഇന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇതാണ്: 4ാം വാർഷികം പ്രമാണിച്ച് സർക്കാരിൽ നിന്നും മാധ്യമങ്ങൾക്ക് പരസ്യത്തിന്റെ വകയിൽ അല്ലാതെ പണം കിട്ടി. പ്രതിപക്ഷ നേതാവേ, കിട്ടി, പക്ഷേ അത് കാശല്ല, ഓരോ കഷണം കേക്കായിരുന്നു. 4ാം വാർഷികത്തിന്റെ ഭാഗമായി വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുറിച്ച കേക്ക് കോഴിക്കോട്ടെ മാധ്യമങ്ങൾക്ക് കിട്ടി. ബാലിശവും അധിക്ഷേപകരവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് ആ പദവിയിൽ അദ്ദേഹത്തിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പരിഹാസ്യനായി നിൽക്കുകയാണ്. 1ഉം 2ഉം പ്രതിപക്ഷ നേതാക്കളെ കണ്ടു ശീലിച്ച പിണറായി മുഖ്യമന്ത്രി പദത്തിൽ 10ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രതിസന്ധികളിൽ ഉലിയാതെ നിന്ന് നാടിനായി നിലകൊണ്ട LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തിവെക്കാനുള്ള നേട്ടങ്ങളെന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ജനങ്ങൾ സർക്കാരിനൊപ്പം നിന്നു. ഒട്ടും അനായാസമായിരുന്നില്ല ഈ യാത്ര. അനേകം പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രളയങ്ങളായും മഹാമാരികളായും അവയാഞ്ഞടിച്ചു. പതറാതെ ധൈര്യത്തോടെ ജനങ്ങളോടൊപ്പം സർക്കാരും അവയെ നേരിട്ടു. എന്നാൽ വികസനത്തെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട്, പദ്ധതികൾ നടപ്പാക്കിയെടുക്കാനുള്ള അസാധാരണ പാടവം, വിവാദങ്ങൾ കാട്ടി വിരട്ടിയാൽ ഭയക്കില്ല, വഴങ്ങില്ല. സാധാരണക്കാരെയും പാവപ്പെട്ടവനെയും ചേർത്തുപിടിച്ച് കേരളത്തെ രാജ്യത്തെ തന്നെ 1ാം സംസ്ഥാനമാക്കി മാറ്റിത്തീർത്ത നേതൃപാടവുമാണ് പിണറായി വിജയൻ. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് വി വസീഫ്, DYFI സംസ്ഥാന പ്രസിഡന്റ്; റോണി കെ ബേബി, കോൺഗ്രസ് വക്താവ്; അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടതു നിരീക്ഷകൻ. വസീഫ്, ഇതേ ദിവസം തന്നെ UDFനെ സംബന്ധിച്ച് കരിദിനാചരണമായിരുന്നു 4ാം വാർഷികം എന്നുള്ളത്. ഇന്ന് പാലക്കാട്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രത്യേകം ഓർത്തെടുത്ത് പറഞ്ഞത്, ഈ 4ാം വാർഷികത്തിലേക്ക് സർക്കാർ പോകുമ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി, ജില്ലകളിലാകെ സഞ്ചരിച്ച് മുഖാമുഖം പരിപാടി നടത്തി, വൈകിട്ട് LDF റാലിയൊക്കെ നടത്തി, ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ച് ഈ പ്രകടന പത്രികയിൽ ഇത്ര എണ്ണം കാര്യങ്ങൾ പറഞ്ഞു, അതിൽ ഇത്രയും പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് സർക്കാർ പോകുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചത്, വസീഫിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം, അദ്ദേഹം പറഞ്ഞത് ദളിത് സ്ത്രീ ബിന്ദുവിന് നേരിടേണ്ടി വന്ന മാനസികമായിട്ടുള്ള വലിയ പീഡനം, ആഘാതം, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷ മാധ്യമ ശ്രമം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 2, ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ, നിർമ്മാണത്തിലിരിക്കുന്ന ചില ഭാഗങ്ങൾ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട പ്രശ്നം മലപ്പുറത്തെയും കാസർഗോഡെയും ചൂണ്ടിക്കാട്ടി. അങ്ങനെ 4ാം വാർഷികത്തിൽ ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്, അത് ഈ വാർഷികത്തിൻ്റെ നിറം കെടുത്തി എന്ന് വിചാരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, അതാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ. വസീഫ്, ശരത്തെ, ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതകൾ നിറഞ്ഞ നാളുകളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ. ആദ്യം അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത തീർത്തത് കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടാണ്. മൈക്കിന് വേണ്ടിയൊക്കെ വല്ലാത്ത രീതിയിൽ സ്നേഹപ്രകടനം നടത്തിയത് നമ്മുടെ മുമ്പിലുണ്ട്. അവർ തമ്മിലൊരു വലിയ മത്സരം നടക്കുകയായിരുന്നു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, അടുത്ത ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ, അതായത് മൂന്നാം ടേമിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹമല്ലാതെ മറ്റാരും വരാതിരിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി വെച്ചതാണ്. കാരണം കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് ഓർമ്മയുണ്ട്, ആരാ? ചെന്നിത്തലയാ. അദ്ദേഹത്തെ വളഞ്ഞ വഴിയിലൂടെ മാറ്റി എന്നുള്ളത് കോൺഗ്രസിലെ തന്നെ സംസാരമാണ്. അപ്പം ഇനി അങ്ങനെ ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നോളം പൊക്കമുള്ള ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത് എന്നുള്ള നിലക്ക് അദ്ദേഹം തീരുമാനം എടുത്തതാണ്.
അതായത് അദ്ദേഹത്തിൻ്റെ അത്ര നുണ പറയുന്ന അത്ര ആക്ഷേപം ഉന്നയിക്കുന്ന ആളുണ്ടാകരുത്. അങ്ങനെ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടുള്ള കുറേ ഇങ്ങനെയുള്ള സംസാരമൊക്കെ വരും. അതവിടെ ഇരിക്കട്ടെ. ഇന്ന് അദ്ദേഹം പറഞ്ഞ പണം കൊടുത്തു മാധ്യമ വാർത്ത എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ മനോരമ പത്രം ഒന്ന് എടുത്തു നോക്കി. സത്യത്തിൽ ഞെട്ടിപ്പോവും. സതീശനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നോക്കൂ നിങ്ങൾ ഈ വാർത്ത. മനോരമ കൊടുത്തത് വിവിധ ഹെഡുകളിലായിട്ടാ. കൃഷിയിൽ 10ൽ 4.5, ഉന്നത വിദ്യാഭ്യാസത്തിൽ 10ൽ 5 മാർക്ക്, ആരോഗ്യത്തിൽ 10ൽ 5 മാർക്ക്. ആരാ? മനോരമയാ പറയുന്നത്. ഇവിടെ വ്യവസായം, പശ്ചാത്തല വികസനം, അതാണല്ലോ പ്രധാന ചർച്ച. എത്ര മാർക്ക് എന്ന് പറയാം? 10ൽ 6 മാർക്ക്. IT-ക്ക് 10ൽ 7 മാർക്ക്. 7 ഔട്ട് ഓഫ് 10. നോക്കൂ നിങ്ങൾ, മനോരമ പത്ര ഇന്നത്തെ. പിന്നെ സതീശന് മറ്റെന്തെങ്കിലും വേണോ ഇങ്ങനെ ഹാലിളകാൻ? മനോരമ പത്രം പോലും അവരുടെ എഡിറ്റ് പേജിൽ പ്രഗത്ഭരെ അണിനിരത്തി ഈ ഗവൺമെന്റിനെ വിലയിരുത്തിയിട്ട് മാർക്കിടുന്നു. അതിൽ അവർ തരുന്നു പകുതിയിലധികം മാർക്ക്. അതിന്റെ അർത്ഥം എന്താ? കേരളത്തിലെ ജനങ്ങൾ അപ്പാടെ ഈ ഗവൺമെന്റിനെ 10 ഔട്ട് ഓഫ് 10 എന്ന മാർക്കിലേക്ക് 100% ഞങ്ങൾ സംതൃപ്തരാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തി എന്നുള്ളതാ യാഥാർത്ഥ്യം. അതെങ്ങനെ എത്താതിരിക്കും? ഇവിടെ കഴിഞ്ഞ 9 വർഷങ്ങൾക്കപ്പുറം കേരളത്തിലെ ഭരണത്തെക്കുറിച്ച്, ഗവൺമെന്റിനെ കുറിച്ച് അറിയുന്ന മനുഷ്യരാണെങ്കിൽ ഈ ഗവൺമെന്റിനെ വാനോളം പുകഴ്ത്തും. അന്നത്തെ സാഹചര്യം നമുക്ക് ഓർമ്മയില്ലേ? വിദ്യാഭ്യാസം തന്നെ എടുക്കാം നമുക്ക് അടിസ്ഥാനം. വിദ്യാഭ്യാസ രംഗത്ത് എന്തായിരുന്നു സാഹചര്യം? താക്കോലും പൂട്ടുമായി ചെന്നു. അങ്ങനെ താക്കോലും പൂട്ടുമായി ചെന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കി സ്കൂളുകൾ അടച്ചുപൂട്ടി. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു ഇവർ പരിശ്രമിച്ചത്. ആ സ്കൂളുകളിലേക്ക് 5000 കോടിയോളം രൂപയാണ് ഈ ഗവൺമെന്റ് കൊടുത്തയച്ചത്. UDF-ന്റെ തന്നെ, അതായത് പ്രതിപക്ഷ MLA-മാർ പോലും പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് ഞങ്ങളുടെ മണ്ഡലത്തിലെ സ്കൂളുകൾ മികച്ചതാക്കാൻ പണം കിട്ടി. ഈ ഗവൺമെന്റിനെ അംഗീകരിച്ചു. ഈ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിനെതിരെ ഈ കോഴിക്കോട് നഗരത്തിൽ മലാപ്പറമ്പിൽ സാക്ഷാൽ MT വാസുദേവൻ നായർ പോലും ഇറങ്ങി സമരം ചെയ്യേണ്ട ഗതികേടുണ്ടായിരുന്നു. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഇവർ തീരുമാനിച്ചിരുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് സാംസ്കാരിക ഫാസിസമാണ്. കേരളത്തിലെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരു കാലഘട്ടം ഓർമ്മയുള്ളവർക്കറിയാം. ഈ നാട്ടിലെ സാധാരണക്കാരൻ പോകുന്ന സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു വാർത്ത എന്താണെന്നറിയോ? മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ LPST ലിസ്റ്റിൽ 1150 പേരെ നിയമിച്ചു ഈ ഗവൺമെന്റ്. അങ്ങനെ നിയമിക്കണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ വരണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇനി ഒരു സർക്കാർ ജോലിയും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ നിയമന നിരോധനം നടക്കുന്ന കാലമായിരുന്നു. അന്ന് B.Ed-നോ TTC-ക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന വാർത്തകൾ കേട്ടാണ് ഓരോ ദിവസവും അവര് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിരുന്നത്. അവിടെ നിന്ന് മാറി മലപ്പുറത്ത് തന്നെ 1150 പേര് ഒരു ലിസ്റ്റിലുള്ളവരെ പൂർണ്ണമായും നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ ഈ ഒരു നടപടിയാണ്. ഉന്നത വിദ്യാഭ്യാസത്ത് നോക്കുന്ന അവാർഡുകൾ വാരിക്കൂട്ടുക. 200 കോളേജുകളിൽ 42 കോളേജുകൾ, ഇന്ത്യയിലെ മികച്ച 200 കോളേജുകളെ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ 42 കോളേജുകൾ കേരളത്തിലേതാണ്. അതിൽ തന്നെ 90% ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണ്. പറയുമ്പോൾ ഇവർ പറയും അത് സ്വകാര്യ മേഖലയിൽ അല്ല. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെ മികവിനെ കുറിച്ചാണ് കേന്ദ്രം പറയുന്നത്. ഇതൊക്കെ കേന്ദ്ര പറയുന്നത്. എന്റെ കയ്യിൽ മറ്റൊരു പത്രമുണ്ട്. 50 പുരസ്കാരമാണ്, 50-ലധികം പുരസ്കാരമാണ് ഈ കേരള ഗവൺമെന്റിന് കേന്ദ്രത്തിന്റെയും മറ്റ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ കൊടുത്തത്. 50-ലധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ഗവൺമെന്റിനെ എങ്ങനെയാണ് ഈ VD സതീശന് വിമർശിക്കാൻ പറ്റുക? എന്തെങ്കിലും ജൽപ്പനങ്ങളിലൂടെ ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് ഈ ഗവൺമെന്റിനെതിരെ കാതലായ ഒരു വിമർശനവും ഉന്നയിക്കാൻ ഇവർക്ക് സാധിക്കില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു കേരളത്തിൽ. പശ്ചാത്തല അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. ശശി തരൂരിന് പോലും VD സതീശന്റെ നേതൃത്വമായി നിൽക്കുന്ന AICC-യുടെ ഭാഗമായി നിൽക്കുന്ന ശശി തരൂരിന് പോലും കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പല്ല, കേരളം വ്യവസായങ്ങൾക്ക് അനുകൂലമായ മണ്ണാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നത് ശരിയായ പാതയിലാണ്. അത് കണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന പ്രതിപക്ഷത്തോട് തൽക്കാലം നിങ്ങൾ അവിടെ ഇരിക്ക് എന്നേ പറയാൻ പറ്റൂ. ഏതായാലും മികവോടെ തുടരും എന്ന രാഷ്ട്രീയമായ ആത്മവിശ്വാസം തുടർച്ചയായി ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. മുഖ്യമന്ത്രി ഇന്ന് അതാകെയും എങ്ങനെയൊക്കെയാണ് സർക്കാരിനെ
സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിശദീകരിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വസീഫ് ഈ ചർച്ച തുടങ്ങി വെച്ചത്. ഞാൻ എൻ്റെ കൂടി ഇത് ഒരു വാർത്ത കൂടി വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൽ ശീലിച്ച അല്ലെങ്കിൽ കേരളം മാതൃകയാക്കി മുന്നോട്ട് വെച്ച ലോക കേരള സഭ എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിൻ്റെ തന്നെയും ഒരു മാതൃകയാക്കി മാറ്റാൻ കഴിയും വിധത്തിലേക്ക് അതിനെ ഒരു ദേശീയ പ്രോജക്റ്റാക്കി മാറ്റാൻ വിദേശകാര്യ മന്ത്രാലയം ആലോചിക്കുകയും അതിന് കേരളം ലോക കേരള സഭയിൽ എങ്ങനെയാണ് പ്രവാസികളെ അതിൻ്റെ ഭാഗഭാക്കാക്കിയത് എന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൂടി ആ നിലയിൽ വന്ന ഒരു പുതിയ വിവരം എന്ന നിലയ്ക്ക് പങ്കുവച്ചു എന്ന് മാത്രം. ഞാൻ ശ്രീ റോണി കെ ബേബിയിലേക്കാണ് വരുന്നത്. ശ്രീ റോണി, യഥാർത്ഥത്തിൽ സാധാരണ നമ്മൾ കാണുന്ന ഈ ഭരണമാറ്റം LDF വരുന്നു, UDF വരുന്നു, UDF മാറി LDF വരുന്നു എന്ന് വരുമ്പോൾ പലപ്പോഴും LDF UDF സർക്കാരുകളുടെ താരതമ്യമാണ് നടക്കാറുള്ളത്, പ്രത്യേകിച്ചൊരു ഇലക്ഷൻ വർഷത്തിലേക്കൊക്കെ പോകുമ്പോൾ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവിടെ കഴിഞ്ഞ LDF സർക്കാരും ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു താരതമ്യം വരുന്നു. ആ സർക്കാരിനെ രണ്ടിനെയും നയിച്ച മുഖ്യമന്ത്രി ഒന്നാമത്തതിനേക്കാൾ മികച്ചതായിരിക്കണം രണ്ടാമത്തത്. ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരെക്കാൾ മികച്ച നിലയിൽ പെർഫോം ചെയ്തവരാകണം രണ്ടാം മന്ത്രിസഭയിലെ മന്ത്രിമാർ എന്ന നിലയിലേക്ക് അതിൻ്റെ ഒരു ഫൈനൽ ലാപ്പിൽ ഓടുമ്പോൾ, ഒരു ഫിനിഷിങ്ങിലേക്ക് പോകുമ്പോൾ അങ്ങനെ മികവോടെ നിൽക്കുന്നു, അത് ആത്മവിശ്വാസത്തോടെ പറയാൻ സർക്കാരിന് കഴിയുന്നു എന്നതല്ലേ ഇന്നത്തെയും വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. ആ നിലയിൽ താരതമ്യം അവരുടെ തന്നെ സർക്കാരുകളെ സംബന്ധിച്ച UDFുമായിട്ടേ അല്ല ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇത് ഏറ്റവും അധികം ബാധിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണോ? ആ പ്രതിപക്ഷ നേതാവ് 4-ാം വർഷത്തെ സമ്മാനമായി അവതരിപ്പിച്ച ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഏറ്റവും അധികം പിന്തുണച്ച കേരളത്തിലെ മാധ്യമങ്ങളെ തന്നെയാണ്. മാധ്യമങ്ങൾ അനർഹമായി പണം വാങ്ങി എന്ന നിലയിൽ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ച് മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അധിക്ഷേപിക്കുന്നതിന് കൂടി അദ്ദേഹം നിലവിട്ട ഒരവസ്ഥയിലേക്ക് ചെന്നുപെട്ടിട്ടുണ്ടോ എന്നതുപോലും തോന്നിപ്പോകുന്നു ഇപ്പോൾ അദ്ദേഹം പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ. റോണി, ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ ഒരു അവകാശവാദത്തിലൊന്നും അല്ല രണ്ടാമത് ഒരിക്കൽ കൂടി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത്. അന്ന് കേരളത്തിൽ നിലനിന്നിരുന്ന സവിശേഷ സാഹചര്യം, കോവിഡുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കി കൊടുത്തത്. അപ്പോഴല്ലേ ജനങ്ങൾ വാശിയോടെ പോയി ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ റോണി വോട്ട് ചെയ്യുക? കാരണം സവിശേഷ സാഹചര്യത്തിൽ ഏറ്റവും അപകടം പിടിച്ച കാര്യത്തിൽ ഇവരെന്താ ചെയ്തത് എന്ന് തോന്നിയാൽ കേരളം പോലൊരു സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക? നിങ്ങൾ കണ്ണുടച്ച് ഇരുന്നാൽ മതി, പാർട്ടി ഓഫീസിലോ വീട്ടിലോ ഇരുന്നാൽ മതി, സുഖമായി ജയിച്ചു വരും. നിങ്ങൾ വിചാരിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെയൊക്കെ. പക്ഷേ എന്താണ് അസാധാരണമായ സവിശേഷമായ സാഹചര്യത്തിൽ, റോണി പറഞ്ഞ അതേ വാചകം, സവിശേഷമായ സാഹചര്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഭരിക്കേണ്ടതെന്നല്ലേ ആ മുഖ്യമന്ത്രിയോട് അന്ന് ജനം പറഞ്ഞത്? നിങ്ങൾക്ക് ഇന്നും അത് അഡ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് വസ്തുതയാണ്. നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലത്. കോവിഡ് കാലത്ത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് സമർത്ഥമായി പറ്റിച്ചത് എന്ന് പിന്നീട് ഈ വസ്തുതകളൊക്കെ പുറത്തു വന്നല്ലോ. ഒരു ജനത എങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു സർ? നിങ്ങൾ കേരളീയരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാണ്. മാധ്യമങ്ങളെ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ച പോലെ തന്നെയാണിത്. ഒരിക്കലും അല്ലല്ലോ. കാരണം PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും അന്ന് ശൈലജ കർണാടക സർക്കാർ വാങ്ങിച്ച കിറ്റ് ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കിപ്പോൾ ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. 2024 പോലും ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇത് പറയുന്നത് റോണി? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കിൽ ഒരു നിമിഷം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കിൽ വർഷങ്ങൾക്ക് ശേഷം കേന്ദ്രം പറഞ്ഞത് എന്താണ്? 21 ലക്ഷം മരണമാണ് അധികമായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം കഴിഞ്ഞപ്പോൾ. അതിൽ ഗുജറാത്ത് എത്രയാണ്? ഗുജറാത്ത് ഏതാണ്ട് 50,000-ൽ താഴെ മറ്റോ ആയിരുന്നു അന്ന് ഡിക്ലെയർ ചെയ്തത്. ഇന്നിപ്പോൾ 1,90,000-ൽ പരം. അങ്ങനെ ഓരോരോ സംസ്ഥാനങ്ങൾ. അതിൽ ഏറ്റവും അവസാനം നമ്മൾ 4,000 മരണം റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് അതിന് ആനുപാതികമായിട്ടൊന്നുമല്ല, വളരെ നാമമാത്രമായ വർധനവ് മാത്രമേ വന്നിട്ടുള്ളൂ. കണക്കുകൾ, ഡെത്ത് രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം. അതങ്ങനെ തന്നെയാണ്, നമ്മുടെ രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. അന്നും എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ കണക്ക് വന്നപ്പോൾ വ്യക്തമായല്ലോ. അതിനെങ്ങനെയാണ് റോണി തിരുത്തി പറയുന്നത്? ഈ കേന്ദ്ര സർക്കാർ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് കേരള സർക്കാരും കള്ളക്കണക്കുകൾ, അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിനെയൊക്കെ അവർ വെളുപ്പിക്കണ്ടേ? ചേരുന്നില്ല, റോണി പറഞ്ഞത് തമ്മിൽ ചേരുന്നില്ല. കേരളത്തെ വെളുപ്പിക്കാനാണോ അവർ നോക്കുക? ഗുജറാത്ത്, മറ്റ് സംസ്ഥാനങ്ങൾ, UP, എത്ര സംസ്ഥാനങ്ങൾ? ഞാൻ വേണേൽ കണക്കെടുത്ത് തരാം, അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഫാക്ച്വലി ഭയങ്കരമായ തെറ്റായ കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്. ഒരിക്കലുമല്ല. കാരണം ഞാൻ ഇവിടെ പറഞ്ഞു വന്ന പോയിന്റ് എന്നത് കോവിഡ് കാലത്ത് ഇടതുപക്ഷ സർക്കാർ നടത്തിയ PR വർക്ക്, അതുപോലെ മുഖ്യമന്ത്രി നിരന്തരം നടത്തിയ പത്രസമ്മേളനങ്ങൾ, അതിലൂടെ കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ PR വർക്ക് കണ്ടാൽ അതിന് വോട്ട് ചെയ്യുന്നവരാണോ? PR വർക്ക് കണ്ടാൽ അതിന് വോട്ട് ചെയ്യുന്നവരാണോ? പണ്ട് കോൺഗ്രസ് പാർട്ടി പ്രേം നസീറിനെ ഇറക്കിയിരുന്നു. പണ്ട്
പ്രേം നസീറിനെ അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുന്ന കാലത്ത് കോൺഗ്രസ് പാർട്ടി UDF അദ്ദേഹത്തെ പ്രചാരണത്തിനിറക്കി അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായി അവതരിപ്പിച്ചു. എന്ത് ഗുണമുണ്ടായി? അങ്ങനെയൊന്നും ചാരായ നിരോധനം നടപ്പാക്കി അതിൻ്റെ പേരിൽ ജയിക്കാമെന്ന് ശ്രീ AK ആന്റണി വിചാരിച്ചു. കേരളത്തിൽ നടപ്പായില്ല. അപ്പൊ ഓരോ ഘട്ടത്തിലും ചുഴലിക്കാറ്റ് ഉൾപ്പെടെ അതുപോലെ തന്നെ 2018 ഉണ്ടായ വലിയ പ്രളയം ഉൾപ്പെടെ അങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളിലൊക്കെ അട്ടർ ഫെയിലറായി നിന്ന ഒരു സർക്കാർ മുഖ്യമന്ത്രിയെ തന്നെ എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന ചുഴലിക്കൊടുങ്കാറ്റ് ബാധിച്ച സ്ഥലങ്ങളില് ചെന്ന മുഖ്യമന്ത്രിയെ തന്നെ എങ്ങനെയാണ് ജനം തിരിച്ചോദിക്കുന്നത് എന്നൊക്കെ നമ്മൾ ലൈവായി ചില മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. കേരളത്തിൽ ആദ്യമായി ഈ വിധവ സമരം തന്നെ ആ ഓഖി ചുഴലിക്കൊടുങ്കാറ്റില് ഭർത്താക്കന്മാരെയും സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ട വിധവകളായ സ്ത്രീകൾ ഓരോ തവണ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നയിക്കുന്നതെന്നും ഓക്കി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് 15 ലക്ഷം രൂപ വകമാറ്റിയതൊക്കെ കേരളം ചർച്ച ചെയ്തത്. ആത്യന്തികമായി ജനാധിപത്യത്തിന്റെ യജമാനന്മാർ എന്ന് പറയുന്ന ജനങ്ങളാണല്ലോ. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങളും അവതരിപ്പിച്ചു. അതിന്റെ കൗണ്ടർ അപ്പുറത്ത് നിന്ന് ആ സർക്കാരും ആ പാർട്ടിയും ആ മുന്നണിയും പറഞ്ഞു. 21 വോട്ട് ചെയ്തു ജനം. വീണ്ടും LDF തന്നെ അധികാരത്തിലെത്തി. അതുകൊണ്ട് ഇനി ആ പഴയ പാട്ട് പാടിയിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് 21 ശേഷം പറയും. അവിടെയാണ് ഞാൻ ചോദിച്ചത്. അവിടെ അല്ല, സമ്മതിച്ചു, മനസ്സിലായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകാതെ 21 ശേഷം പ്രതിപക്ഷ നേതാവും മാറി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 4ാം വർഷം ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ആചരിക്കുകയാണ്. അദ്ദേഹം കരിദിനം ആയിട്ടാണല്ലോ അത് ആചരിച്ചത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പിടിവിട്ടു പോകുന്ന അവസ്ഥയുണ്ടോ? ഞാൻ ശരത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ അതിന് തന്നെ ആൻസർ, അല്ലാതെ ഞാൻ ഒരിക്കലും വിഷയത്തിൽ നിന്ന് വകമാറ്റിയല്ല. ശരത്തിനോട് ചോദിച്ചത് 1ാം പിണറായി വിജയൻ സർക്കാരും 2ാം പിണറായി വിജയൻ സർക്കാരും താരതമ്യം. അത് തന്നെ എത്രയോ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളില് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതേ ഉള്ളൂ. അതിന് മുന്നോടിയായി നടന്ന ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ജില്ലാ തലം വരെയുള്ള എത്രയോ പാർട്ടി സമ്മേളനങ്ങളിൽ നിങ്ങളുടെ പാർട്ടിയുടെ സഖാക്കൾ തന്നെ അതിനിശ്ചിതമായ വിമർശനം അഴിച്ചുവിട്ടു. 1ാം പിണറായി വിജയൻ സർക്കാരിനേക്കാൾ എത്രയോ മോശമാണ്. പേരെടുത്ത് പറയാവുന്ന ഒരു മന്ത്രി പോലുമില്ല. ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നയപരിപാടി സംഘടനാ സമ്മേളനങ്ങൾ നടത്തിയാൽ സ്വാഭാവികമായി ഏതു പാർട്ടിയിലും ചർച്ചകൾ ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടിക്ക് അത് പറ്റില്ല, കാരണം നിങ്ങൾ സംഘടനാ സമ്മേളനം നടത്താറില്ല. അവരാകട്ടെ സംഘടനാ സമ്മേളനം താഴെ തട്ട് മുതൽ നടത്തും. സ്വാഭാവികമായി അതിലെ അംഗങ്ങൾ, പ്രതിനിധികൾ ചർച്ച ചെയ്യും. അതിലെന്താ നിങ്ങൾക്ക് ഇത്ര ആധിയുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ജനാധിപത്യപരമായ സമ്മേളനം പോലും നടത്താത്തൊരു പാർട്ടിയല്ലേ? നിങ്ങൾക്ക് പകരം നിയമനമല്ലേ? നിയമനം. 1ാം നിയമനത്തെ കുറിച്ച് പറയുവാണെങ്കിൽ പിൻവാതിൽ നിയമനങ്ങളൊക്കെ ഒരുപാട് കഥകൾ അങ്ങോട്ട് പറയേണ്ടി വരും. കേരളത്തിലെ PSC റാങ്ക് പൊളിറ്റിക്കലായിട്ട് നടന്ന നിയമനത്തെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം ഒരു 25 നിങ്ങളുടെ CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ബന്ധപ്പെടുത്തുന്ന ഒരു 25 കേസുകൾ എണ്ണി പറയാം. പാവപ്പെട്ട ചെറുപ്പക്കാരൊക്കെ തൊഴിലില്ലാതെ തെരുവില് അലയുമ്പോൾ അവർ ചെയ്യാത്ത സമരമുറകൾ ഒന്നും ഈ നാട്ടിലില്ല. എന്നിട്ടും വസ്തുതകൾ വെച്ച് സംസാരിച്ചില്ലെങ്കിൽ, എനിക്ക് തോന്നുന്നു റോണി, നിങ്ങൾ വസ്തുതകൾ വെച്ച് ഈ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നാമത് 38% രാജ്യത്ത് നടക്കുന്ന PSC വഴിയുള്ള നിയമനങ്ങളുടെ 38% നടക്കുന്നത് കേരളത്തിലാണ്. രാജ്യത്ത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ PSC നിയമനം ഇവിടെയാണ് നടക്കുന്നത്. അതിലൊന്നിലും കേരളത്തെ പിന്തള്ളാൻ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല. ആ നിലയിൽ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നേ. നിങ്ങൾ കണക്കിനെ അങ്ങ് വിസ്മരിച്ചിട്ട് ജനങ്ങൾ അലഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ കേൾക്കുന്നവർ കൂടി എടുക്കണ്ടേ? ഒടുവിൽ അത് PR വർക്കാണെന്ന് പറയുന്നത്. നിങ്ങളുടെ വാദം പൊളിയുമ്പോൾ PR വർക്കായി അത് മാറും. പ്രശ്നം അതാണ്. എല്ലാ വർഷവും ഞാൻ പറഞ്ഞു, എല്ലാ വർഷവും സർക്കാർ പറയും ഈ വർഷം ഇത്ര നിയമനങ്ങൾ PSC വഴി ഞങ്ങൾ നടത്തി. ഈ സർക്കാരിനെ വെല്ലുവിളിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട വസീഫ് അദ്ദേഹം പറഞ്ഞു 1200 നിയമനങ്ങളാണ് ഇവിടെ മലപ്പുറം ജില്ലയിലെ സ്കൂൾ അധ്യാപകരുടെ നടത്തുന്നത്. അങ്ങേക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തില് ആയിരക്കണക്കിന് പൊട്ടക്കളതിയാർ ഇപ്പോഴും നിൽക്കുക. ശമ്പളം പോലും ഇല്ല. ഓരോ ജില്ലകൾ നോക്ക്. അവർ എയ്ഡഡ് സ്കൂളുകൾ മാത്രമല്ല, സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് അധ്യാപകർ ആയിട്ട് നിൽക്കുമ്പോൾ ഈ 1500 പേരെ നിയമിച്ചു എന്ന ഉച്ചക്കള്ളം ഇങ്ങനെ വന്ന് ഇവിടെ വിളിച്ചു പറയരുത്. ഇവിടെ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് പോലും നമുക്കറിയാം എത്രയോ വർഷങ്ങളായി ശമ്പളം കിട്ടാതെ 5-8 വർഷമായി ശമ്പളം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു അധ്യാപിക ആത്മഹത്യ ചെയ്തത്. നമുക്ക് പോവാം, ഒരുമിച്ച് പോകാം. മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ പോവാം. LPST നിയമനം കഴിഞ്ഞ ലിസ്റ്റ് നമ്മളൊക്കെ നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ PSC നിയമനങ്ങളുടെ റാങ്ക് ലിസ്റ്റും ആളുകളെ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയായിരുന്നു ഈ CPM റാങ്ക് ലിസ്റ്റിലെ 600ഓളം വേക്കൻസി അവിടുത്തെ DD ഓഫീസിലോ
മറ്റേതെങ്കിലും ഓഫീസിലോ പോയി ഈ കണക്ക് നമുക്ക് എടുക്കാം. 600 വെറുതെ എന്തെങ്കിലും സതീശനാവല്ലേ? വസ്തുത പറ. നിങ്ങളെ പോലുള്ള ആളുകൾ എവിടെ പോയി? കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ റോണി, ആ ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം എത്ര ശതമാനം പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി? നിങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളും മനസ്സിലാക്കണമല്ലോ. എത്ര ശതമാനം? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ചോദിച്ചതിനെ വേറൊരു തരത്തിൽ ഞാൻ ചോദിക്കുകയാണ്. എത്ര ശതമാനം ആളുകളെ ആ ലിസ്റ്റിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തു? ആ വേക്കൻസി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ 600 എന്ന് നിങ്ങൾ ഒരു കണക്ക് പറയുന്നു. ആയിക്കോട്ടെ, എന്റെ ചോദ്യം, ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, 3 വർഷത്തെ കാലാവധിയുള്ള ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന്, ഇത് PSC ആ CPO ലിസ്റ്റിൽ തുടങ്ങുന്നതല്ല. കാലങ്ങളായി എങ്ങനെയാണ് PSC കുട്ടികൾ എഴുതുന്നു, ഉദ്യോഗാർത്ഥികൾ എഴുതുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു, ആ റാങ്ക് ലിസ്റ്റിന് കാലാവധി 3 വർഷം, അത് ചില സന്ദർഭങ്ങളിൽ ചില മാസങ്ങളൊക്കെ നീട്ടിക്കൊടുത്തിട്ടുണ്ടാകാം. അതിനുശേഷം ആ റാങ്ക്, കോവിഡിൻ്റെയൊക്കെ കാലത്ത് സംഭവിച്ചിട്ടുണ്ട്, ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നു. എന്തിനാണ്? പുതിയ ഉദ്യോഗാർത്ഥികൾക്കും എഴുതാനുള്ള അവസരം വേണം. അങ്ങനെ ഒരു ലിസ്റ്റിന്മേൽ തൂങ്ങി നിൽക്കേണ്ടതല്ല. അങ്ങനെ 3 വർഷ കാലാവധിയുള്ള ആ ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം പേരെ ആ CPO റാങ്ക് ലിസ്റ്റിൽ എടുത്തിട്ടുണ്ട്? പറയാമോ താങ്കൾക്ക്? അവർ തന്നെ കണക്കുകൾ പറയുണ്ടായി. 600ഓളം വേക്കൻസി നിലവിലുണ്ടായിട്ട് വേക്കൻസിയെ കുറിച്ചല്ല, വേക്കൻസി എത്ര ഫില്ല് ചെയ്തു, താഴെ ആളുകളെ മാത്രമാണ് എത്ര ഫില്ല് ചെയ്തു? ഇതൊക്കെ നമുക്ക് തുടരാം. അതെങ്കിൽ പറയും. നിയമന നിരോധനം ഇത് കണക്കല്ലേ, കഥയല്ലല്ലോ. താങ്കൾ തെളിച്ചു പറ. 600 വേക്കൻസി എന്ന് താങ്കൾ പറഞ്ഞു, ഞാൻ തർക്കിക്കാനില്ല. ആയിക്കോട്ടെ, ആകുമായിരിക്കും, താങ്കളുടെ അറിവല്ലേ, എന്തെങ്കിലും ആവട്ടെ. ഞാൻ ചോദിക്കുന്നത്, ആ 600 എന്ന് താങ്കൾ പറയുമ്പോൾ 3 വർഷത്തെ കാലാവധി കഴിഞ്ഞാൽ ആ ലിസ്റ്റ് കഴിഞ്ഞു എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. PSC ലിസ്റ്റുകൾ അങ്ങനെയാണല്ലോ. ആ 3 വർഷത്തിനുള്ളിൽ ആ 600 നിങ്ങൾ പറയുന്ന വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾ പറയപ്പെടുന്നതിൽ ഈ ലിസ്റ്റിൽ നിന്ന് എത്ര ശതമാനം പേരെ നിയമിച്ചു? എത്ര പേർക്ക് നിയമനം കൊടുത്തു? ഒരു 10% ആളുകൾക്ക് പോലും നിയമനം നൽകിയിട്ടില്ല. ഇവിടെ ശരത്ത്, ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഊഹത്തിന് വില പറയുന്ന കച്ചവടമല്ല സാർ. 53% പേർക്കാണ് 3 വർഷത്തെ കാലാവധി അവസാനിക്കും മുമ്പ് ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നൽകാനായത്. അതിനുശേഷം വീണ്ടും PSC പരീക്ഷ നടത്തും. PSC പരീക്ഷ നടത്തുമ്പോൾ പുതിയ ഉദ്യോഗാർത്ഥികൾക്കും വരും. ഈ ലിസ്റ്റിൽ നിയമനം കിട്ടാതെ പോയവർ ആ റാങ്ക് ലിസ്റ്റിൽ ഏറെ പിന്നിൽ നിൽക്കുന്നവരാണെന്നേ. താങ്കൾ അധ്യാപകനാണ്, താങ്കൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. നമ്മൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ വേശില്ല. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊക്കെ നന്നായി അറിയാം. ശരി, എന്തുകൊണ്ട് 600 വേക്കൻസി റിപ്പോർട്ട് ചെയ്തില്ല? ആ റാങ്ക് ലിസ്റ്റിൽ 40-45 വയസ്സ് കഴിഞ്ഞ് പ്രായപരിധി പിന്നിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇനി പരീക്ഷ അവസരമില്ല. ഈ 600 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വസീഫ്, DYFI നേതാവെന്ന നിലയിൽ ക്യുക്കായി അതേക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം. ഞാൻ ശ്രീലാലിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുകൊണ്ടാണ്. റോണി കെ ബേബി പറഞ്ഞ ഈ എന്ത് പറയാനാ? നുണ മാത്രം പറയുന്നവരുടെ ഒരു അതാ ഞാൻ പറഞ്ഞ ശരത്തെ, നുണ മാത്രം പറയുന്നവരുടെ ഒരു കൂട്ടായ്മയായി കേരളത്തിലെ UDFും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് മാറുക. എന്നിട്ട് ഓരോ ദിവസവും ഓരോ നുണകൾ പത്രക്കാരുടെ മുമ്പിൽ വന്ന് പറയാ. എന്നിട്ട് ഇദ്ദേഹത്തെ പോലെ, അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇദ്ദേഹത്തെ പോലെയുള്ളവര് വസ്തുത അറിയാതെ പറയാ. ഞാൻ പറഞ്ഞു 1150 നിയമനങ്ങൾ മലപ്പുറം ജില്ലയിൽ മാത്രം LPST മുഖാന്തരം ഇപ്പൊ കൊടുത്തു. ആ ലിസ്റ്റ് ഇനി കുറച്ച് പേരെയും കൂടി 11 പേരെയും കണ്ടാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ളത്. ഞങ്ങൾ യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് ഈ ലിസ്റ്റിന്റെ ഒക്കെ പുറകെ നന്നായി പോകുന്നവരാ. അതേപോലെ നിങ്ങൾ പറഞ്ഞ CPOയിൽ ഇത്ര 10% നിയമനം കൊടുത്തത്? എന്ത് അടിസ്ഥാനമാണുള്ളത്? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക, നിങ്ങളിത് തെളിയിക്കാൻ വാ. നിങ്ങൾ ഞാൻ പിന്നെ വേറൊന്നും പറയുന്നില്ല. ഇങ്ങനൊന്നും പറഞ്ഞു പോകരുത്. നമ്മളൊരു ഗവൺമെന്റിനെ വിമർശിക്കുമ്പോൾ കൃത്യമായി വിമർശിക്കണം. UPSC പോലും ഞാൻ പറഞ്ഞോട്ടെ, UPSC പോലും 1,30,000-ഓളം നിയമനങ്ങളാ കൊടുത്തത് PSC മുഖാന്തരം ഈ കേരളത്തിൽ കഴിഞ്ഞ ഈ വർഷക്കാലയളവിൽ. ഓരോ വർഷം 30,000-ഓളം പേർക്ക് നിയമനം കൊടുക്കുക ഇടതുപക്ഷം. ഈ LPSTയിൽ മാത്രം ഞാൻ അതിലാണല്ലോ പിടിച്ചുന്നത്. അതിന്റെ കണക്കെടുത്താ ഞാൻ വന്നത്. 1150 പേര് മലപ്പുറത്താ കൊടുത്തത്, 1000-നടുത്ത് കോഴിക്കോട് കൊടുത്തു, കേരളത്തിൽ ഉടനീളം കൊടുക്കുക. ഞാനത് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, അബ്ദുൾ റബ്ബിന്റെ കാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു തീരുമാനം. ലാഭമോ നഷ്ടമോ നോക്കി സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. ഞാൻ സംസാരിക്കുന്നത് ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ നിന്നുകൊണ്ടാ. ഇവിടുന്ന് മീറ്ററുകൾക്കകലെയാണ് മലാപ്പറമ്പ് സ്കൂൾ. മാനേജറോട് പറഞ്ഞത് അടച്ചുപൂട്ടാനാ. ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ.
ആ സാഹചര്യത്തിലാണ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിച്ചു, കുട്ടികൾ വന്നു, അധ്യാപകർക്ക് നിയമനം കൊടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. പല്ലിളിച്ച് കാണിച്ചിട്ട് കാര്യമില്ല. ശരി, ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് പോവുകയാണ്. ഞാൻ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയും. ഇപ്പോൾ വസീഫിനായാലും റോണിക്കായാലും ഇന്നത്തെ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട് കടുത്ത വിയോജിപ്പുള്ള വിമർശനമുള്ള കൂട്ടരാണല്ലോ. ഇന്ത്യൻ റെയിൽവേ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്, അതിൻ്റെ സൗത്ത് സോൺ വിവരങ്ങൾ മാത്രം പറയാം. സി കാറ്റഗറിയിൽ താഴെത്തട്ടിൽ മാത്രം ഈ സൗത്ത് സോണിൽ ദക്ഷിണ മേഖലയിൽ മാത്രം ഏതാണ്ട് 10,000-കണക്കിന് ഒഴിവുകൾ ഉണ്ട്, നികത്താതെ കിടക്കുകയാണ്. സെക്യൂരിറ്റി വിങ്ങിൽ, അതായത് ട്രെയിൻ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ കാറ്റഗറിയിൽ 15,000-ൽ പരം ഒഴിവുകൾ അങ്ങനെ നികത്താതെ നിൽക്കുകയാണ്. കേരളത്തിലെ PSC, ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് PSCകൾ ആകെ വിവിധ സംസ്ഥാന PSCകൾ നടത്തുന്ന നിയമനത്തിൻ്റെ 38% നടപ്പാക്കുന്ന ഏറ്റവും മികച്ച രാജ്യത്തെ ഒന്നാമത്തെ PSC. അതൊരു PSC എന്ന് പറയുന്ന സംവിധാനം രാഷ്ട്രീയത്തിന് അതീതമായൊരു സംവിധാനമാണ്. എല്ലാ കാലത്തും PSC മെമ്പർമാർ അതാത് കാലത്തെ സർക്കാരിൻ്റെ താല്പര്യാർത്ഥം വരും. പക്ഷേ അതിനെ PSCയെ വ്യത്യസ്തമായി നിലനിർത്തുന്ന ആ PSC സംവിധാനം രാജ്യത്ത് 38% നിയമനം കൊടുക്കുന്ന ഏറ്റവും വ്യത്യസ്തമായ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന, ദേശീയ ശരാശരിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്. തർക്കത്തിന് പോകേണ്ടതല്ലാത്ത നമ്മുടെ നാടിൻ്റെ മികവായി നമുക്കതിനെ എടുക്കാം. തൽക്കാലം അങ്ങനെ എടുക്കാനും കൂടി ചിലതൊക്കെ ശീലിക്കണമല്ലോ. ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക്. ലാൽകുമാർ, ഇന്നലെ ആലപ്പുഴയിലെ VD സതീശൻ്റെ വാർത്താ സമ്മേളനം എന്നുള്ളത് പ്രസിദ്ധമായി മാറി. അല്ലെങ്കിലും എനിക്കൊന്ന് ഈ ആലപ്പുഴ അദ്ദേഹത്തിന് അത്ര രാശിയില്ലാന്ന് തോന്നുന്നു. കാരണം അവിടെ വെച്ചാണെന്ന് തോന്നുന്നു കെ സുധാകരൻ പണ്ട് അദ്ദേഹത്തെ എവിടെ പോയി കിടക്കുകയാണ് എന്നുള്ള മട്ടിൽ ചില പ്രയോഗം നടത്തി, ഓർമ്മയില്ലേ? മറ്റേ ഈ ഇവരുടെ കോൺഗ്രസിൻ്റെ ഒരു യാത്ര നടന്ന സമയത്ത് അതേ ആലപ്പുഴയിൽ തന്നെ പ്രസ് ക്ലബ്ബിൽ പോയി ഒരു വലിയ അറ്റാക്ക് നടത്തി. മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്, നിങ്ങൾക്ക് പരസ്യമല്ലാതെ വേറെ കുറേ പൈസ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ കേട്ടിരിക്കാൻ ഏതായാലും പലപ്പോഴും ഇരിക്കുന്ന ആളുകൾക്ക് കഴിയാതെ വന്നു. വളരെ ശക്തമായ ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി താങ്കൾ കണ്ടു കാണുമല്ലോ. അതേ വാർത്താ സമ്മേളനത്തിലോ മറ്റോ ആവണം VD സതീശൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം എഴുതി തയ്യാറാക്കി വന്ന കാര്യങ്ങൾ അങ്ങനെ 50 മിനിറ്റ് പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൊണ്ടിരുത്തിയിരിക്കുന്നവരിൽ നിന്ന്, മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, കൊണ്ടിരുത്തിയിരിക്കുന്നവരിൽ നിന്ന് 3-4 ചോദ്യം ചോദിക്കും. എന്നിട്ട് ഇത് അവസാനിപ്പിക്കും, സമയമായി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകും എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് അതിനെ നറേറ്റ് ചെയ്ത്. അതേ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, ആ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ എഴുതുന്നവരാണ് എന്നും കൂടി പറഞ്ഞു വെച്ചത്. ഇന്നത്തെ വാർത്താ സമ്മേളനം കണ്ടു കാണുമല്ലോ ലാൽകുമാർ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെക്കുറിച്ച് പറഞ്ഞത്? അതിനുശേഷം അദ്ദേഹം എത്ര സമയം ചോദ്യങ്ങൾക്കായി നീക്കിവെച്ചു? ഏതാണ്ട് സ്റ്റോക്ക് തീരും വരെ എന്ന മട്ടിൽ തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ കോഴിക്കോട്ടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തർക്കത്തിനോ ചർച്ചയ്ക്കോ വലിയ സ്കോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയോ, അതേക്കുറിച്ചാണ് ലാലിനോട് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇവിടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിന് അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു വ്യഗ്രതയുണ്ടല്ലോ. അത് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് പൊതുവേ ഉണ്ടായി വരുന്നൊരു പ്രശ്നമാണ്. അത് ഒരു വിമർശനം എന്നത് ആത്മാർത്ഥമായ വിമർശനത്തിന് പകരം കാടടച്ചുള്ള വിമർശനം നടത്തുക കോൺഗ്രസിൻ്റെ ഒരു പതിവായി മാറിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആണെങ്കിൽ പോലും രമേശ് ചെന്നിത്തല സാധാരണഗതിയിൽ പഠിച്ച് കാര്യങ്ങൾ പറയുന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പോലെ സവിശേഷ സാഹചര്യത്തിൽ CPM വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ടല്ലോ, ആ സവിശേഷ സാഹചര്യത്തിൽ ഒട്ടും പക്വതയോടുകൂടി അല്ലാതെ പെരുമാറിയ ഒരു വിഭാഗം ആൾക്കാർ കേരളത്തിലെ പ്രതിപക്ഷമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുള്ളൂ. മുഖ്യമന്ത്രി നോക്കൂ, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുമ്പ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആള് ഉമ്മൻചാണ്ടിയാണല്ലോ, അല്ലേ? ഉമ്മൻചാണ്ടി എത്ര വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായ ചോദ്യങ്ങളെ നേരിട്ടിട്ടുണ്ട്? ഒന്നും നേരിട്ടിട്ടില്ല. അദ്ദേഹം എഴുന്നേറ്റ് പോവുക, അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ പറയുക, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 4 പാരഗ്രാഫിൽ ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ 3-ാമത്തെ പാരഗ്രാഫ് ഒരു കൂട്ടർക്കുള്ളതും 2-ാമത്തെ പാരഗ്രാഫും 4-ാമത്തെ പാരഗ്രാഫും മറ്റു കൂട്ടർക്കുള്ളവരും, അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കമൻറ്റ് പറഞ്ഞിട്ടുന്ന ആൾക്കാരൊക്കെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നോക്കൂ, അദ്ദേഹം നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു. അത് എന്നാലും രാഷ്ട്രീയ വിമർശനം അവിടെ നിൽക്കും. ഒരു ചോദ്യം പോലും എടുക്കാതെ അല്ലെങ്കിൽ വ്യക്തമായ മറുപടി പറയാതെ ഒളിച്ചോടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നോക്കൂ, പ്രതിപക്ഷ നേതാവിന് സംസ്ഥാനത്ത് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രിവിലേജ്, അദ്ദേഹത്തിന് ചോദ്യം ചോദിച്ചാൽ മാത്രം മതി. അദ്ദേഹത്തിന് ഉത്തരങ്ങൾക്ക് പ്രശ്നമേ ഉള്ള കാര്യമല്ല. ഈ ചോദ്യം ചോദിക്കുന്നതിന് ന്യായമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പോലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർ പൊതുവേ VD സതീശനോടോ പ്രതിപക്ഷ നേതാവിന് ആരിയിരിക്കുന്നു അവരോട് ചോദിക്കാറില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വിവാദമായ പ്രസ്താവനകൾ കിട്ടുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ പറയുക, CPM-നെതിരെ പറയുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ആവശ്യം.
ഈ വാർത്ത തന്നെ നോക്കൂ, വി ഡി സതീശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി ഡി സതീശൻ ഈ പറഞ്ഞ പ്രയോഗം ഒരു കത്തി നിൽക്കാനും അല്ലെങ്കിൽ അതൊരു മോശമായി പോയി എന്ന് പറഞ്ഞ് കേരളം ചർച്ച ചെയ്യാനുള്ള കാര്യം എന്താ? അത് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ടാണ്. വേറെ ആർക്കെങ്കിലും എതിരെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇതൊരു ചർച്ച പോലും ആകത്തില്ല. മാധ്യമ പ്രവർത്തകർ മൊത്തം പൈസ മേടിച്ചിട്ടാണ് പണി ചെയ്യുന്നത് എന്നൊരു പ്രയോഗത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇവരെടുത്തുകൊണ്ടിരുന്ന പണി വെറുതെ ആയിപ്പോയില്ലേ? അതല്ലേ സത്യം? ഇത്രയും നാളും കോൺഗ്രസിൻ്റെ പണി എടുത്തുകൊണ്ടിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാനത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രയോഗം ഞാൻ നടത്തിയിട്ടുള്ള ഒരാളാണ്. എനിക്കത് നിസ്സംശയം പറയാൻ പറ്റും. പ്രതിപക്ഷത്തിൻ്റെ റോള് മാധ്യമങ്ങൾ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ റോള്, കോൺഗ്രസിനെ അധികാരത്തിലേറ്റാനുള്ള റോള് കേരളത്തിൽ മാധ്യമങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ, പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് തന്നെ അങ്ങനൊന്ന് വന്നു നന്നായി. ഇനി ഇവിടുത്തെ വരുന്ന മറ്റൊരു വിഷയം, ഈ മന്ത്രിസഭ എത്ര നല്ല മന്ത്രിസഭയായിരുന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിലയിരുത്തൽ. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇടപെടാതിരുന്ന് ഞാൻ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകൾ എന്താണ്? ഉത്തരവാദിത്തരഹിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷം ആദ്യത്തെ ചലഞ്ച്. 2, തിരിഞ്ഞാലും മറിഞ്ഞാലും ഈ കേതുവിന് ഹേതു വേണ്ട എന്ന് പറയുന്ന പോലെ വെട്ടാൻ നിൽക്കുന്ന ഒരു ഗവർണർ ഉണ്ടായിരുന്നു കേരളത്തിൽ. കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നില്ല. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വെച്ചാൽ നമ്മുടെ ഫെഡറൽ ഫീച്ചറിനെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പോളിസി പാരാലിസിസ് വരത്തക്ക രീതിയിൽ ഇടപെടുന്ന കേന്ദ്ര സർക്കാരും പണം തരാതിരിക്കുന്ന ഇതും. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് മാർഗമായി ക്യുബി എന്ന് പറയുന്ന മാർഗം കൊണ്ടിരുന്നു. ആ ക്യുബി ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആയി നമ്മൾ കൊണ്ടിരുന്നു. അതിനെ പോലും റദ്ദ് ചെയ്യുന്ന രീതിയിൽ അതിനും ഒരു കടിഞ്ഞാനിടുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിന് കോൺഗ്രസും കൂട്ടുനിൽക്കുന്നു. കോൺഗ്രസ് ഇതിനുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഇതൊക്കെ നന്നായി എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അതിനും ഒരു സംശയം വേണ്ട. അപ്പം നമ്മളുടെ മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ചലഞ്ചസാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ചലഞ്ചുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഇഗ്നോർ ചെയ്യാന്നുള്ളേ ഉള്ളൂ. ഈ ചലഞ്ചുകളെ ഇപ്പം നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കാര്യം ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്നേ പറ്റൂ. സംസ്ഥാനത്ത് പണമില്ലാത്ത നേരത്ത് കോവിഡ് കാലത്ത് ആൾക്കാർക്ക് ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ഇടപെട്ട് അവരിലേക്ക് കിറ്റ് കൊണ്ടു കൊടുത്തത് PR വർക്കാണെങ്കിൽ അതങ്ങ് സഹിച്ചു. അതിന് പ്രത്യേകിച്ച് നമ്മൾ അത് PR ആയിരുന്നോ എന്നൊന്നും ചോദിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നിന്ന ആൾക്കാർക്ക് വ്യക്തമായി മനസ്സിലാക്കും എന്താണ് ആ പ്രവർത്തനമെന്ന്. DYFI പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ഓരോരുത്തരും ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് ഇടപെട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു കോൺഷ്യസ്നെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. അത് മുഖ്യമന്ത്രി ഈ നാടിൻ്റെ ലീഡറായി മുന്നോട്ട് വന്ന് അദ്ദേഹം തന്നെയാണ് സംസാരിക്കേണ്ടത്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ബ്രീഫ് ചെയ്ത് ആ ബ്രീഫ് ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് അതിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വലിയ രീതിയിൽ അദ്ദേഹം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത്. അവിടെ ഈ പ്രത്യേക സാഹചര്യം ഇവർ വിശദീകരിച്ചല്ലോ, ഇത് മൊത്തം പറ്റിക്കലാണെന്ന്. കോവിഡ് നടന്നു കഴിഞ്ഞ് കുറേ കാലം കൂടെ കഴിഞ്ഞല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലേ? കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടെങ്കിലും കോവിഡ് കഴിഞ്ഞ് ജനം പുറത്തിറങ്ങി തുടങ്ങിയായിരുന്നല്ലോ അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ ഇവർ കൃത്യമായി ഓരോരുത്തർ വീട്ടിൽ ചെന്ന് ഇത് കളിപ്പീരാണ്, പിണറായി വിജയൻ നിങ്ങളെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ ശേഷവും അവർ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. 2, അടുത്ത ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദേവി ഈ ചർച്ചകൾക്കകത്ത് PPE കിറ്റുമായി ബന്ധപ്പെട്ട വിവാദം പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുക, മൈൻഡ് ചെയ്യരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു സംസ്ഥാനം എല്ലാ ആയുധങ്ങളും എടുത്ത് പുറത്തു വെച്ച് അതിനെ നേരിടാൻ അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ നേരിടാൻ ശ്രമിക്കുന്ന സമയത്ത് 10 രൂപയ്ക്ക് കൂടുതൽ അല്ലെങ്കിൽ 10 രൂപയുടെ കൂടുതൽ കിറ്റ് മേടിച്ചു അല്ലെങ്കിൽ വില കൂട്ടി കിറ്റ് മേടിച്ചു. നോക്ക്, 100% വില കൂട്ടി കിറ്റ് മേടിച്ചു എന്നിരിക്കട്ടെ, 100%. അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. 100%, അത്ര ഇപ്പം ഇല്ലല്ലോ. 100% കിറ്റ് മേടിച്ചതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതെന്തിനാണ് കോൺഗ്രസിനെയും ബാക്കിയുള്ളവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എന്തുകൊണ്ടത് എന്തുകൊണ്ട് മേടിച്ചു എന്ന് ശൈലജ ടീച്ചറിന്റെയും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കേട്ട ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് സവിശേഷ സാഹചര്യം. നമ്മൾ ഒരു സാധനം മേടിക്കുക, സാധാരണ മനുഷ്യരോടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു സാധനം മേടിക്കാൻ പോവുക, ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വില കൂടുതലാണ് കൊടുക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിനും ബാധകമാണ്. വേറൊരിടത്ത് കിട്ടാനുണ്ടോ ഇല്ലയോ? ശരിയാണ്, കേരളത്തിൽ മാത്രമേ ഓക്സിജൻ കിട്ടാതെ ആൾക്കാർ മരിക്കാതിരുന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരാതിരുന്നിട്ടുള്ളൂ. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഓക്സിജൻ കിട്ടാതെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് റിസർവ് കണക്കാക്കിയതിന് വില കൂടുതൽ കൊടുത്താണ് റിസർവ് കണക്കാക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ അതൊരു ചർച്ചാ വിഷയമാക്കുകയാണെങ്കിൽ
ആ ചർച്ചാ വിഷയത്തിൽ ഒരു കാരണവശാലും നമ്മൾ പിടിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് നിശ്ചയമായി കോൺഗ്രസ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ കോൺഗ്രസിന്റെ ജോലി അതാണ്. 2 വാക്യത്തിൽ 4-ം വർഷത്തിന്റെ പ്രത്യേകതയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏറ്റവും പുതിയ പ്രശ്നങ്ങൾ, ആ ദളിത് സ്ത്രീ ബിന്ദുവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, ശക്തമായ നടപടി പോലീസിനെതിരെ അല്ലെങ്കിൽ ആ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചു വരുന്നു. അത് പ്രതിപക്ഷ നേതാവ് ഷോക്കേസ് ചെയ്തു, എടുത്തു ചൂണ്ടിക്കാട്ടി. 2, നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ട് 2ഇടത്തും മലപ്പുറത്തും അതുപോലെ തന്നെ കാസർഗോഡും സംഭവിച്ച വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അതും ടേക്കപ്പ് ചെയ്ത് സംസാരിക്കുന്ന നിലയുണ്ടായി. ഇത് രണ്ടും ഏതെങ്കിലും തരത്തിലൊരു അഡ്വാൻറ്റേജായി അദ്ദേഹത്തിന് മാറ്റാൻ, അവരുടെ ക്യാമ്പിലേക്ക് മാറ്റാൻ, അവരുടെ ഭാഗത്തേക്ക് മാറ്റാൻ കഴിഞ്ഞ കാര്യങ്ങളാണോ? ലാൽകുമാർ, നോക്കൂ, ഇന്നലെ ഈ പറയുന്ന സ്ത്രീ, ഇന്നലെ ഈ പറഞ്ഞ ഒരു മോശം അനുഭവം ഉണ്ടായ സ്ത്രീ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാറിനോട് സംസാരിക്കുന്നത് കേട്ടു. അവർ കൃത്യമായി അങ്ങനൊരു ഉദാസീനമായ കാര്യം വന്നിട്ടില്ല എന്നൊരു വ്യക്തമായി പറയുന്നുണ്ട്. നോക്കൂ, ഉദാസീനമായ ഒരു നിലപാട് വന്നിട്ടുണ്ടെന്നിരിക്കട്ടെ, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായ ഒരു നയം ഉണ്ടായിട്ടുണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ വകുപ്പ് മന്ത്രിയായ കേരളത്തിൻ്റെ രാഷ്ട്രീയ തലവനായ ഒരു മനുഷ്യനാണ് പറയുന്നത് അത് പരിശോധിക്കും, അതിന് വേണ്ട ഉചിതമായ നടപടിയെടുക്കും. ആദ്യത്തെ ലെവലിൽ നടപടി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് 152 പേർക്ക് മേളിൽ ഉള്ള ആൾക്കാർക്ക്, ഈ പറയുന്ന വൃത്തികേട് കാണിച്ച തോന്നിവാസം ചെയ്ത ആൾക്കാർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. കുഴപ്പം നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രാമരാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാമൂഹ്യമായ പ്രശ്നമുണ്ടോ? ഉണ്ട്. അതിനെ പരിഹരിക്കാനാണോ സർക്കാർ നോക്കുന്നത്? അതെ, അതിനെ പരിഹരിക്കാൻ തന്നെയാണ് നോക്കുക. അത് വ്യക്തമായി നടക്കുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. എന്ന് പറയുന്നത് പോലെ നോക്കൂ, ഈ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. തെറ്റ് സംഭവിക്കുന്നുണ്ടോ? തെറ്റൊന്നും സംഭവിക്കാത്ത ഒരു സമൂഹമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒക്കുക? അതേ സ്ഥാനത്ത് നമ്മൾ വലിയ ക്യാമ്പയിൻ നടത്തുന്നു. ഓരോ സമൂഹത്തിലുള്ളവരെല്ലാം ക്യാമ്പയിൻ നടത്തി പല കാര്യങ്ങളിലും ഇടപെടുന്നു. അത് സാമൂഹ്യമായി ഈ സമൂഹത്തിന് ഒരു വലിയ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ്. ആ സ്ട്രെങ്ത് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വാക്ക് കൊടുക്കുന്നു എന്നതാണ്. അതല്ലാതെ ഇത് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും എത്താൻ പോകുന്നില്ല. ശരി, ഞാൻ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഒരു കാര്യം കൂടി ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരികയാണ്. അതായത് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഈ ദേശീയപാത വികസനം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പൂർണ്ണമായും സ്തംഭിച്ച് നിലച്ചു പോയതാണ്. ഇന്ന് അമേരിക്കയിൽ വെച്ച് അക്കാലത്ത് KPCC പ്രസിഡന്റായിരുന്നു ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ ആ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞത്, അദ്ദേഹം അന്നൊരു നിലപാട് സ്വീകരിച്ചു. അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും ഒരു നിലപാട് സ്വീകരിച്ചു. പിണറായി എടുത്ത നിലപാടിനൊപ്പം ചെന്നിത്തലയും ഉണ്ടായിരുന്നു എന്നാണ് ചെന്നിത്തല അവകാശപ്പെടുന്നത്, KPCC പ്രസിഡന്റ് എന്ന ഘട്ടത്തിൽ. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഈ ദേശീയപാത വികസനം 45 മീറ്ററിൽ തന്നെ വേണം എന്ന നിലപാട് ഡിമാൻഡ് മുന്നോട്ട് വെച്ചപ്പോൾ അതിന് എതിരായിരുന്നു എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞതൊക്കെ ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അന്ന് പൂർണ്ണമായി സ്തംഭിച്ചു പോയതാണ് ദേശീയപാത വികസനം എന്നുള്ളത് ആ കാലയളവിൽ. പിന്നീട് 2016 അത് പുനരെടുത്തത്. അതിന് പണം 5000 കോടി കിഫ്ബിയിലൂടെ സംസ്ഥാനം കണ്ടെത്തി ഭൂമി ഏറ്റെടുത്ത് ഏറ്റവും മികച്ച നഷ്ടപരിഹാരം കൊടുത്ത് ആണ് ആ ഭൂമി ഏറ്റെടുത്ത് NHAIക്ക് കൊടുത്ത് ദേശീയപാത ഇപ്പോൾ വിവിധ റീച്ചുകളിലൂടെ വിവിധ കോൺട്രാക്ടർമാർ അവരുടെ മേൽനോട്ടത്തിൽ നടന്നു വരും. ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ ഇത് പറയാനൊരു കാരണമുണ്ട് റോണി. ഇന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ചൊരു വാദം മുന്നോട്ട് വെച്ചു. അങ്ങനെ മികച്ച നഷ്ടപരിഹാരം കൊടുക്കാൻ ഇടയായത് 2014 വരെ രാജ്യം ഭരിച്ച UPA സർക്കാരിൻ്റെ മികവ് കൊണ്ടാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ അത് വസ്തുതാപരമായി ശരിയാണോ എന്നൊരു പ്രശ്നം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. അത് പരിശോധിച്ച് പോകേണ്ടത് തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പറഞ്ഞത് ആദ്യം കാണാം. യഥാർത്ഥത്തിൽ ഇത് ഹൈവേ നടപ്പാകാനുള്ള കാരണം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് UPA ഗവൺമെൻറ് കൊണ്ടുവന്നുകൊണ്ടാണ്. ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് അത് ഹൈവേ വന്നത്. ആ ആക്ട് കൊണ്ടുവന്നുകൊണ്ടാണ് പണ്ട് 23,000 രൂപ കൊടുത്തിരുന്ന ഭൂമി 10 ലക്ഷം രൂപ കൊടുത്തിപ്പോൾ മേടിക്കാൻ പറ്റുന്നത്. ഹൈവേ പണിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. 10 കൊല്ലം മുമ്പേ UPA ഗവൺമെൻറ് ഉള്ള കാലത്തും കേന്ദ്രം ഹൈവേ പണിയാൻ തയ്യാറാണ്. അപ്പോൾ ഇവരുടെ ക്രെഡിറ്റിലേക്ക് ഇവർ വെറുതെ പറയുകയാണ്, വേറൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ വാദം അത് വസ്തുതാപരമായി ശരിയല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. കാരണം വസ്തുതകൾ, രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അങ്ങനെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ മികച്ച നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ കൊടുക്കണം എന്ന ഫെയർ കോമ്പൻസേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ലാൻഡ് അക്വിസിഷൻ മൈൻസ് ആക്ടിൻ്റെ പ്രകാരമായി വരുന്നതുണ്ട്. നാഷണൽ ഹൈവേസ് ആക്ട് 1956 അതിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ അത് ഇതിൻ്റെ പരിധിയിൽ ഈ ഫെയർ കോമ്പൻസേഷൻ എന്നതിൻ്റെ വരുന്നില്ല. അങ്ങനെ 13 ഐറ്റങ്ങൾ ഈ UPA സർക്കാർ കൊണ്ടുവന്ന LARR നിയമം
ത്തിൻ്റെ ബാധകമല്ലാതിരുന്നു. അതിൽപ്പെട്ടതാണ് ഈ ദേശീയപാത വികസനം എന്നുള്ളത്. ഇതിനെ വിശ്വസിക്കേണ്ട. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ അക്കാലത്ത് വളരെ ശക്തമായ ചർച്ച വന്നു. കേരളത്തിൽ നിന്ന് ഈ വിഷയം ഗൗരവമായി ഉന്നയിച്ച സാഹചര്യമുണ്ട്. അതിനുശേഷം ആ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായി, അല്ലെങ്കിൽ ഈ വിവരങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അത് പ്രതിപക്ഷ നേതാവിൻ്റെ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം രാജ്യസഭയിലെ ഒരു ഭാഗം കാണാം, ഒരു വീഡിയോ കാണാം. The urban people, they are waiting for passing of this bill to give their land for the construction of highways. They are waiting to give their land for the construction of railways. They are waiting to give their land for the construction of electric power generation station, metro station, so and so. But sir, whether the people who displace for a national highway project will get this benefit, whether the people who displace for a railway project will get this benefit as per your new legislation, whether the people who displace for a metro rail project will get the benefit as per this act, whether the people who will displace for a electrical power generation project will get these benefits, sir? Definitely no, sir. As per the section 1061, that is the exclusion clause, and there is schedule 4, it enlisted 13 legislation. As per the available statistics, 90% of the acquisition of land in our country is as per this 13 legislation. That means 90% of the land acquisition will not come under the purview of this act. This is actually a gimmick. This is actually a fraudulent activity of the government to the people of this country, and this is an eyewash. യെസ്, ഇതാണെന്ന് രാജ്യസഭാംഗമായിരുന്ന പി രാജീവ് പറഞ്ഞത്. അന്ന് മന്ത്രി ജയറാം രമേശാണ്. ജയറാം രമേശ് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കാണാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച 13 ആക്ടുകൾ പ്രകാരം, അതാണ് രാജീവ് അന്ന് രാജ്യസഭാംഗം എന്ന നിലയിൽ 13 ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഭൂമി ഏറ്റെടുക്കലിന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ കൊണ്ടുവന്ന ഫെയർ കോമ്പൻസേഷൻ ആക്ട് ബാധകമല്ല. ഈ 13 ആക്ടിൻ്റെ കീഴിൽ വരുന്ന ഏതാണ്ട് 90% ലാൻഡ് അക്വിസിഷനും വരുന്നത് ഈ 13 ആക്ടുകളുടെ കീഴിലാണ്, അതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ അത്രയും 90% ലാൻഡ് അക്വിസിഷനെ മാറ്റി നിർത്തി കേവലം 10% താഴെ വരുന്ന ലാൻഡ് അക്വിസിഷന് മാത്രം ഫെയർ കോമ്പൻസേഷൻ കൊണ്ടുവരുന്ന ഒരു നിയമം കൊണ്ടുവന്നതിനെയാണ് അക്കാലത്ത് തന്നെ ഐവാഷാണ്, അത് മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടുന്നതാണ്, മനുഷ്യനെ പറ്റിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസഭയിൽ തന്നെ ആ വിയോജിപ്പുണ്ടായത്. അന്ന് അതിനെതിരെ അവിടെ ഡിവിഷൻ വരെ ഉണ്ടായി, വോട്ടെടുപ്പ് വരെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളുണ്ട്. പിന്നീട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട് മന്ത്രി രാജീവിൻ്റെ ഭാഗത്ത് നിന്ന്. അതുകൂടി കണ്ടുതരാൻ റോണിയിലേക്കും വസീഫിലേക്കും വരാം. നമ്മുടെ ഹൈവേ പൂർത്തീകരിക്കാൻ പോയപ്പോ ഒരു പുതിയ കനകോലു ക്യാപ്സൂൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഇരട്ട ചങ്കൊന്നുമില്ല. ഇതിൽ വന്നിട്ടുള്ളത് മൻമോഹൻ സിംഗിന്റെ ഒരു ചങ്കുമൊന്നും ഇല്ലാത്ത ഒരു നിയമമാണ് ഈ കേരളത്തിലെ ഹൈവേ പൂർത്തീകരണത്തിന് ഇടയാക്കിയെന്നുള്ളതാണ്. ആ നിയമം ഇതാണ് സാർ. ആ നിയമത്തിന്റെ 105 പറയുന്നുണ്ട്, പാസ്സാക്കിയ നിയമം. ഞാൻ അന്ന് ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ്. ആ നിയമത്തിന്റെ 105 സബ്ജക്ട് ടു സബ്സെക്ഷൻ 3 ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ഷാൽ നോട്ട് അപ്ലൈ ടു ദ ഇനാക്ട്മെന്റ് റിലേറ്റിംഗ് ടു ലാൻഡ് അക്വിസിഷൻ സ്പെസിഫൈഡ് ഇൻ ദ 4th ഷെഡ്യൂൾ. 4ാം ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ആക്ടുകൾക്കൊന്നും ഈ നിയമം ബാധകമല്ല. ഇതാണ് അമ്മത്തത്. ഏതായി 4ാം ഷെഡ്യൂൾ? അതിൽ 7ാമത്തേതാണ് ദ നാഷണൽ ഹൈവേ ആക്ട്. അപ്പോൾ ശ്രീ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം ഹൈവേക്ക് ബാധകമായിരുന്നില്ല. ഞങ്ങളുടെ കമ്മിറ്റി ഏകകണ്ഠമായി, ശ്രീ മണിശങ്കർ അയ്യർക്ക് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഏകകണ്ഠമായി ഇതുകൂടി ഉൾപ്പെടുത്തണം, ഈ ഷെഡ്യൂൾ മാറ്റണം എന്ന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിലെ ശുപാർശ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ശ്രീ ജയറാം രമേശ് ഈ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞാനും ഒന്ന് മറുപടി പറയാൻ ശ്രീ ധനകാര്യമന്ത്രി ഒന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനകത്ത് പ്രസംഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും, അതോടൊപ്പം ശ്രീ ഡി രാജ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അമെന്റ്മെന്റ് പ്രസ് ചെയ്തു. പ്രസ് ചെയ്യുക മാത്രമല്ല, ഞങ്ങളത് വോട്ടിനിടിച്ചു. ഡിവിഷന് പോയി. ആ ഡിവിഷൻ പോയതെല്ലാം ഡോക്യുമെന്റ് ഞാൻ വായിക്കുന്നില്ല. ആ ഡിവിഷനകത്ത് 23 വോട്ടേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. പക്ഷെ ചരിത്രത്തിൽ രേഖയായി കിടക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഞാനത് പ്രസ് ചെയ്തു. രാജ്യസഭ ഡിവിഷൻ വന്നു. അങ്ങനെ അത് ഒഴിവാക്കിയിട്ടാണ് ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീട് അങ്ങ് പറഞ്ഞ ഒരു ഭേദഗതി ചെയ്ത കാലം ഇപ്പൊ പറയുമ്പോൾ നമുക്ക് 2 കൂട്ടർക്ക് അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് ആ ഭേദഗതി ഏത് വർഷത്തിലേക്ക് ഞാൻ പോകുന്നില്ല.
ഇപ്പൊ ഹൈവേ അങ്ങ് പൂർത്തീകരിക്കാറായപ്പോ ഇവിടെയാണ് ഒരു പുതിയ കരകയറ്റ യെസ്, അതായത് നമ്മൾ ഇത്തരം വിഷയങ്ങളെ വസ്തുതകൾ, രേഖകൾ, ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ച് തന്നെ സംസാരിക്കണം, വളരെ ഫാക്ച്വലായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഒരു പൊസിഷൻ എടുത്തപ്പോൾ അത് ശരിയല്ല എന്ന വാദം എങ്ങനെയൊക്കെയാണ് എന്ന് അതിൽ പങ്കാളികളായ ആളുകൾ തന്നെ വിശദീകരിക്കുന്ന ഭാഗം കൂടി കാട്ടിയത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് റോണി. നേരത്തെ മന്ത്രി രാജീവ് പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പ്രചാരക ഉപദേശകനായിട്ടുള്ള കനകോലുവിൻ്റെ ക്യാപ്സൂൾ വിശദീകരിച്ചാൽ അതെങ്ങനെ വസ്തുതയാകും? വസ്തുതകൾ ഈ വിശദീകരിച്ച വിധത്തിലാണ്. ഒരു റോളും ഒരു കോൺട്രിബ്യൂഷനും 2014 അവസാനിച്ച ആ മൻമോഹൻ സിംഗ് സർക്കാരിനില്ല കേരളത്തിൻ്റെ ദേശീയപാതാ വികസനത്തിന് ഈ ഫെയർ കോമ്പൻസേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് ഈ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരം വന്നിട്ടുള്ള ഭൂമി വിട്ടുകൊടുക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും മികച്ച ധനസഹായം നൽകണം എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഗഡ്കരിക്ക് കേരളത്തോടും മുഖ്യമന്ത്രിയോടും ഇത്ര ബഹുമാനം. കാരണം രാജ്യത്ത് ഒരിടത്തുമില്ലാത്ത ഭൂമി വിലയാണ് കേരളത്തിൽ. ആ വിലയ്ക്ക് ഭൂമി എടുത്തു കൊടുത്ത് ദേശീയപാതാ അതോറിറ്റിയോട് ഭൂമി കൊടുത്തിട്ടാണ് പറഞ്ഞത് കേരളം ദേശീയപാത വികസിപ്പിക്കൂ, അല്ലാതെ അവരുടെ പണം വെച്ചല്ല ഭൂമി എടുത്തത്. അപ്പോൾ പിന്നെ ഈ ക്യാപ്സൂൾ ഇറക്കിയാൽ അതെങ്ങനെ സത്യമാകും റോണി? ഞാൻ വളരെ നിഷ്പക്ഷമായി, അല്ലാതെ ശരത്തെ ഞാൻ എൻ്റെ രാഷ്ട്രീയമായിട്ട് അല്ല ഞാൻ സംസാരിക്കുന്നത്, വളരെ നിഷ്പക്ഷമായിട്ട് നമുക്കറിയാം ഈ 2013 മുൻപ് നമ്മുടെ നാട്ടില് ഒരുപാട് ഇങ്ങനെ സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, റോഡുകൾ, ഹൈവേകൾ പോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ സർക്കാർ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഫെയർ വാല്യൂ. കാരണം നമുക്കറിയാം ഓരോ പ്രദേശത്തും സർക്കാർ തന്നെ നിശ്ചയിക്കുന്ന ഒരു ഫെയർ വാല്യൂ ഉണ്ട്. പക്ഷെ നമുക്കറിയാം, നമുക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ ഫെയർ വാല്യൂ അല്ല മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഫെയർ വാല്യൂ വെച്ചുകൊണ്ടൊക്കെയാണ് ആദായം ചെയ്യുന്നത്, പക്ഷെ അതിന്റെ 10 ഇരട്ടി ആയിരിക്കും മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എന്ത് ചെയ്യും? ഏതൊരു സ്ഥലം ഇങ്ങനെ ഫെയർ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കാൻ കേൾക്കുന്നവർക്ക് നന്നായി അറിയാം. ഫെയർ വാല്യൂ, മാർക്കറ്റ് വാല്യൂ നന്നായി അറിയാം. ആ പോയിന്റിലേക്ക് ഒന്ന് ചുരുക്കി വന്നാൽ നന്നായി. അത് മുഴുവൻ പിന്നെ കോടതികളില് എല്ലാം ഒരുപാട് ദേശീയപാതയ്ക്ക് നമ്മൾ മാർക്കറ്റ് വാല്യൂ ആണ് കൊടുത്തത്. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് മാർക്കറ്റ് വാല്യൂ വെച്ചാണ്, ഫെയർ വാല്യൂ അല്ല. അപ്പൊ ഈ 2013 ഈ ആക്ട് വന്നപ്പോൾ, ഈ ആക്ട് വന്നപ്പോൾ അതിന്റെ അകത്ത് പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫെയർ കോമ്പൻസേഷൻ. ഫെയർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂവിന്റെ ഇത്ര ഇരട്ടി. അപ്പോൾ ഈ ആളുകൾക്കൊന്നും പിന്നെ അതിന്റെ അകത്ത് ഒരു മികച്ച പാക്കേജ്, അവർക്ക് ഏറ്റവും മികച്ച പാക്കേജ് കിട്ടും. അതിൽ ദേശീയപാതയ്ക്ക് ഭൂമി എടുത്താൽ കൊടുക്കണമെന്ന് പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം സഹിതം തന്നെ ഞാൻ പറയട്ടെ. ഉദാഹരണം, എനിക്ക് 1 മിനിറ്റ് സമയം തരാം. ഇവിടെ അൽഫോൺസ് കണ്ണന്താനം LDFന്റെ MLA ആയിരുന്ന 2006 VS അച്യുതാനന്ദൻ ഭരിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിൽ ബൈപ്പാസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് തുടക്കം കുറിച്ചത് അൽഫോൺസ് കണ്ണന്താനുള്ള അന്നത്തെ LDFന്റെ MLA. പക്ഷെ എന്ത് ചെയ്തു? ആ കുടുംബങ്ങൾ മുഴുവൻ കോടതിയിൽ പോയി. 10-12 വർഷം അത് മുഴുവൻ കോടതി കിടന്നു. പിന്നെ എന്ത് ചെയ്തു? അവർ വീണ്ടും സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ റീനോട്ടിഫിക്കേഷൻ ഇട്ടു. എന്താ? 2013 ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നങ്ങളുമില്ല. അവർക്കെല്ലാം നല്ല കോമ്പൻസേഷൻ കിട്ടി. ഭൂമി ഏറ്റെടുക്കൽ വളരെ നല്ല രീതിയിൽ നടന്നു. ഇപ്പോൾ ഇതാ അധികം വൈകാതെ തന്നെ ആ എന്ത് പ്രോജക്റ്റ് ആയിരുന്നു? സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ബൈപ്പാസ്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ബൈപ്പാസ് നിർമ്മാണമാണ്. ഇതങ്ങനെയല്ല. ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, റോണി, ഇതിലൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ടെന്നേ. ദ നാഷണൽ ഹൈവേസ് ആക്ട് 58 ഓഫ് 1956 ഇത് പ്രകാരം എടുക്കുന്ന ഭൂമി ഏറ്റെടുക്കലിന് ഒരു തരത്തിലും ഫെയർ വാല്യൂ കോമ്പൻസേഷൻ ആക്ട് വരില്ല. അതാണ് അതിലെ നിയമം. മറ്റത് സംസ്ഥാനത്തിന്റെ കീഴിൽ വരുന്ന ഒരു ബൈപ്പാസ് നിർമ്മാണമാണ്. അതൊരു ദേശീയപാതയുടെ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് വിഴിഞ്ഞം വരെയോ അല്ലെങ്കിൽ നമ്മുടെ കേരള അതിർത്തി വരെയോ ഒന്നും പോകുന്ന നിലയ്ക്കുള്ള ഒരു ദേശീയപാത വികസനം അല്ലെന്നേ. രണ്ടും രണ്ടാണ്. ഞാൻ കൃത്യമായി പറയാം. ഒരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് പല ആക്ടുകൾ ഉപയോഗിക്കാം. ഇവിടെ പറഞ്ഞ പോലെ ശരത്ത് പറഞ്ഞത് 56 ആക്ടോ 62 ആക്ടോ. പക്ഷെ 2013 ആക്ട് എന്ന് സ്പെസിഫൈ ചെയ്ത് ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ, ഞങ്ങളുടെ ഇവിടെ ശബരി എയർപോർട്ട് വരാൻ പോകുന്നു, ഇത് നമ്മുടെ എരുമേലിയില് പുതിയ വിമാനത്താവളം വരാൻ പോകുന്നു, അതെല്ലാം അതിന്റെ ഓർഡർ പറയുന്നത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം അല്ലാന്നേ. അത് ഡോക്യുമെന്റ് പ്രകാരം അല്ല. റോണിക്ക് വാദിക്കാം, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഡോക്യുമെന്റ് പ്രകാരം നമ്മുടെ കയ്യിലുള്ള ആർക്കൈവിൽ വളരെ ശക്തമായി ഞാൻ ഡോക്യുമെന്റ് ആണ് കാണിച്ചത്. ഞാൻ ആ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ഡോക്യുമെന്റ് വെച്ചാണ് വസീഫിന്റെ അവസരം ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ഏതായാലും താങ്കൾ പറഞ്ഞിട്ടില്ല. ഞാൻ 13 ആക്ടുകൾ പ്രകാരമുള്ള ഭൂമി, അതാണ് മുമ്പ് രാജീവ് പറഞ്ഞ 90% ലാൻഡ് അക്വിസിഷനും. അതിൽ ഞാൻ ഈ പറഞ്ഞത് 7ാമത്തെ ഇനമാണ് നാഷണൽ ഹൈവേസ് ആക്ട്. അത് പ്രകാരം ഭൂമി എടുത്താൽ ഫെയർ വാല്യൂ കോമ്പൻസേഷൻ കൊടുക്കണ്ട എന്നുള്ളതായിരുന്നു മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ വരെ പാസ്സാക്കിയെടുത്ത നിയമം. അപ്പോൾ അതിനെ പിൻപറ്റിയല്ല കേരളത്തിൽ പിണറായി സർക്കാർ ഈ കോമ്പൻസേഷൻ കൊടുത്തത്. അതൊരു കനകോലു ക്യാപ്സൂൾ മാത്രമാണ് എന്നുള്ളതാണ്. ആരും അവരുടെ കയ്യിൽ ഇരിക്കുന്ന പണം ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കില്ല.
അതുകൊണ്ട് വളരെ റയറായിട്ട് ഇവിടെ ആഗ്രഹിച്ചുന്നേ, അതാ വ്യത്യാസം. കേരളത്തിൽ അങ്ങനെ മനുഷ്യനും പരമാവധി പണം കൊടുത്ത് മാർക്കറ്റ് വാല്യൂവിന് ഭൂമി എടുത്ത് ദേശീയപാത പണിയണം എന്ന് തീരുമാനിച്ച ആഗ്രഹിച്ചുന്ന വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. വസീഫ്, അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടുമുള്ള വേറൊരു കേസ് പറഞ്ഞുതരാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ചെയ്തില്ലെന്നേ. ഈവൻ ഗുജറാത്തും ചെയ്തിട്ടില്ല. ഒറ്റ സ്ഥലം പറയോ, ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയോ, ഒരു ഒരു സംസ്ഥാനത്തിന്റെ പേര് അതല്ലല്ലോ പറയോ? ആൻസർ. നിങ്ങൾ ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന, പോട്ടെ BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാർക്കറ്റ് വാല്യൂവിൽ ഇങ്ങനെ ഭൂമി ഏറ്റെടുത്ത ഒരു വാർത്ത പറയോ? വെറുതെ ഒരു അക്കാദമിക് ഇൻട്രസ്റ്റിന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, ആളുകൾ കേൾക്കട്ടെ. ഇതാണ് ശരത്തെ ഞാനിവിടെ പറഞ്ഞില്ല. അല്ല, ഞാനതുകൊണ്ട് ഞാൻ വസ്തുതകൾ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ പറയുന്നവരുടെ കൂട്ടായ്മയാണ്. അങ്ങനെ എല്ലാം അങ്ങനെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, രാഷ്ട്രീയം മാറ്റിവെച്ചാണ് സംസാരിക്കുന്നത്. എനിക്ക് നേരിട്ട് അറിയാൻ ഉദാഹരണം പറഞ്ഞത്. ആ ഉദാഹരണം ഇതിന് നിൽക്കില്ലെന്നേ റോണി, ഞാൻ എത്ര തവണ പറയണം. അതൊരു ബൈപ്പാസ് ആണ്. രാഷ്ട്രീയം കൂട്ടി തന്നെ അങ്ങനെ ഒഴിവാക്കേണ്ടതല്ല രാഷ്ട്രീയം. അത് സംസ്ഥാന ഗവൺമെന്റിനോ അങ്ങനെ രാഷ്ട്രീയം റോണി, ദേശീയപാത വികസിക്കാത്ത ആ കാലത്തടക്കം കേരളത്തിൽ എത്രയോ ബൈപ്പാസുകൾ വന്നു. അതെങ്ങനെ ദേശീയപാത വികസനം എന്ന് പറയാൻ കഴിയും? ദേശീയപാത വികസനം അല്ല സർ, പ്ലീസ്. എനിക്ക് താങ്കളെ പറഞ്ഞ് ധരിപ്പിക്കാനൊന്നും കഴിയും, അതിന്റെ പണിയുമല്ല. ലാൽ, പിണറായി സർക്കാർ നാഷണൽ ഹൈവേക്ക് 6000 കോടി രൂപ കൊടുക്കുന്നു പറയുന്നുണ്ടോ? ഇപ്പോൾ എല്ലാ സർക്കാരുകൾ അവർ തുല്യമാക്കാൻ നടപ്പാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിന് പങ്കാളിത്തമില്ലാതെ കേന്ദ്രം പറ്റില്ല. ഒരു സംസ്ഥാനം വസീഫ് അതിനുശേഷം ലാൽകുമാറിലേക്ക്, എന്നിട്ട് ഇടവേളയിലേക്ക് പോകും. അതെ, ഇനി കൈരളിയാണ് ഇടയിൽ കയറി എന്നൊന്നും പറയുന്നത്. അതിനി പറയരുത്. നുണ പറയുന്നു വസീഫിനി പറയരുത്. അത് അദ്ദേഹത്തിന് വിഷമമായി. ഓക്കെ, ഞാൻ പറഞ്ഞുതരാന്നേ. പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഓക്കെ. ഈ കനകൊലു തിയറി എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. കനകൊലു കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് നമ്മൾ ഇവരെ വിളിച്ചിരുന്നു. കാരണം കോൺഗ്രസിന്റെ യോഗം വിളിക്കുന്നതൊക്കെ കനകൊലു ആയിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു കനകൊലുവിൻ്റെ ഇതൊന്നും മുമ്പത്തെ പോലെ കോൺഗ്രസ്സുകാരൻ അംഗീകരിക്കുന്നില്ല. കാരണം നുണയൊന്നും കേരളത്തിൽ ഏശില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അതാ കഴിഞ്ഞ ദിവസം ഈ സുധാകരൻ പറഞ്ഞത്, ഇവരൊക്കെ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അതൊന്നും നടക്കൂല എന്ന് അവരോട് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. ആ നുണയൊന്നും ഇവിടെ ഏശില്ല. നോക്കൂ നിങ്ങൾ, ഈ ദേശീയപാത തടയാൻ വേണ്ടി എന്തൊക്കെ ഇവർ ചെയ്തു. വയൽക്കിളികൾ ഓർമ്മയില്ലേ നമുക്ക്? അങ്ങനെ പലതും ചെയ്തു ഇവര്. അങ്ങനെ ചെയ്ത ഇവരുടെ കാലത്ത് ഈ ദേശീയപാത അവസാനിപ്പിച്ചു പോയതല്ലേ? 2013 ഗഡ്കരി ഇത് അവസാനിപ്പിച്ച് ഇനി നടക്കില്ല എന്ന് പറഞ്ഞു പോയതാ. എന്തിനേറെ പറയുന്നു, BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പറഞ്ഞില്ലായിരുന്നോ, നാഷണൽ ഹൈവേ കാസർഗോഡ് നിന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ ഈ മുഖ്യമന്ത്രിയെയും ഈ മുന്നണിയെയും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ അംഗീകരിക്കണ്ടേ? നിങ്ങൾ രാഷ്ട്രീയം മാറ്റി ചർച്ച ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇതാ ചർച്ച ചെയ്യേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങളുടെ യാത്രാ അവകാശത്തെയാണ് പിന്തുണച്ചത് കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷം. അതിന് എന്തുണ്ട് മാർഗം എന്നാ നോക്കിയത്, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ആലോചിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ ആ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ വന്ന് നമസ്കാര സമരം നടത്തിയവരാണ് കേരളത്തിലെ UDFും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അടങ്ങുന്ന സംഘം. മറന്നുപോയത് നിങ്ങൾ. ഓരോ വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന സമയത്ത് എന്തൊക്കെയുണ്ട് അതിനെ തടയാൻ, അതിന് മുടക്കം വരുത്താൻ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാം, ആരൊക്കെ കൂട്ടാം, അങ്ങനെ ആലോചിച്ചവരാ നിങ്ങൾ. അതിന് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ, അതിന് നിങ്ങൾ SDPIയെ, അതിന് നിങ്ങൾ BJPയെ കൂട്ടാൻ മടിച്ചിട്ടില്ല. നിങ്ങൾ ഒരുമിച്ചാ സമരം നടത്തിയത്. ഇവിടെയും അതുപോലെ തന്നെ ഈ സമരത്തിന് മുസ്ലിം ലീഗുകാരും ഈ കോൺഗ്രസും BJPയും ഒക്കെ ഒരേ സമരപ്പന്തലിൽ സമരം നടത്തിയത് നമ്മൾ കണ്ടതാ. അങ്ങനെ കേരളിനെയും നാഷണൽ ഹൈവേയും ഗെയിലിനെയും വിഴിഞ്ഞത്തെയും എല്ലാം തകർക്കുന്ന, കേരളത്തിന്റെ വികസനത്തെ തുരങ്കം വെക്കുന്നവരായി കേരളത്തിലെ UDF മാറി. ആ UDFനെ ഇനിയും ഈ കേരളത്തിൽ ആരാണ് സ്വീകരിക്കുക? വികസനം വേണോ, അല്ല തമ്മിൽ തല്ലുന്ന, ഇവിടെ ഒരു മുന്നണിയുള്ള തമ്മിൽ തല്ലി ആളെ കൊല്ലുന്ന ഈ മുന്നണിയെ ഇവർ സ്വീകരിക്കണോ എന്നുള്ളതാ ജനങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം. ഈ നുണ പറഞ്ഞ് ഇവരെ കണ്ണിൽ പൊടിയിടാമെന്നുള്ളതൊക്കെ വെറും ഈ വിഷയത്തിൽ എനിക്ക് ലാലിൻ്റെ കൂടി ഒരു കമൻ്റ് അറിയാനുണ്ട്. VD സതീശൻ അതേക്കുറിച്ച് പറഞ്ഞത് താങ്കൾ കേട്ടു. മുൻകാലത്തെ 2 പ്രധാനപ്പെട്ട വീഡിയോയും ഈ ചർച്ചയുടെ ഭാഗമായി ഫാക്ച്വലായി അവതരിപ്പിച്ചു. അതിലെ ആ ആക്റ്റുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ലാലിന് ഇതിൽ നിന്ന് മനസ്സിലായി പറയാൻ കരുതുന്ന കാര്യം എന്താണ്?
അല്ല, എനിക്ക് പറയാനുള്ളത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. റോണി കെ ബേബി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതെന്നാണ് എൻ്റെ ധാരണ. പക്ഷേ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതെയാണ് വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശൻ പറയുന്നത് കള്ളമാണ്. അത് വി ഡി സതീശൻ പറയുന്നത് കള്ളമാണെന്ന് വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അദ്ദേഹം ഒരു പ്രാക്ടീസിങ് ലോയറായിരുന്നു വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, 1894 ആക്ടിനെ റീപ്ലേസ് ചെയ്ത് 2013 ആക്ട് വരുന്നത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഡോക്ടർ സിംഗിൻ്റെ കോൺട്രിബ്യൂഷനാണ്. പക്ഷേ അതിൻ്റെ സ്കോപ്പിൽ വരുന്നതല്ല ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തത് എന്താണ്? അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് കിടക്കുന്ന ഒരു കാര്യമല്ലേ. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ തർക്കിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കേരളത്തിലൊരു വഴി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ്റെ 2013 ആക്ട് ഇൻവോക്ക് ചെയ്യപ്പെടുമോ? ചെയ്യും, ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ല. പക്ഷെ അത് ഹൈവേക്ക് ബാധകമല്ലെന്നേ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നൊരു വഴിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആ വഴി അക്വയർ ചെയ്യുന്ന നേരത്തെ 2013 ആക്ട് ഇൻവോക്ക് ചെയ്യുമായിരിക്കും. ഇല്ലെന്ന് ആര് പറഞ്ഞു? അത് റോണി കെ ബേബിയുടെ അനുഭവത്തിലുള്ള കാര്യം ശരിയുമാണ്. നമ്മൾ പറയുന്നത് ഈ കന്യാകുമാരി തൊട്ട് മേളോട്ട് പോകുന്ന ഈ സ്ഥലത്ത് ഈ ഹൈവേ ദേശീയപാത എന്ന് പറയുന്നതിനകത്ത് നാഷണൽ ഹൈവേസ് ആക്ട് 1956 ആണ് ബാധകമായി വരിക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ അക്വിസിഷൻ്റെ സമയത്തും ഈ ഷെഡ്യൂൾ 4 ഒരു ആക്ടാണ് അവിടെ ഇൻവോക്ക് ചെയ്യപ്പെടുന്നത്. അവിടെയും 2013 ആക്ടിന്റെ കോമ്പൻസേഷൻ വഴി അല്ലാതെ പോയിരിക്കുന്നു. അത് കറക്റ്റാണ്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞോട്ടെ, ഒറ്റ സെന്റൻസിൽ യാഥാർത്ഥ്യമാണ്. ലാല് പറഞ്ഞ കറക്റ്റാണ്. അതായത് അന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും നിലച്ചുപോയി. 2016 സർക്കാർ മാറുന്നു. ഗെയിൽ അധികൃതർ വന്ന് മുഖ്യമന്ത്രി അടക്കം കാണും. നമ്മളതൊക്കെ ചർച്ച ചെയ്തതായതുകൊണ്ടാണ് ഞാൻ ഓർത്തു പറയുന്നത്. അന്ന് സർക്കാർ മുന്നോട്ട് വെച്ച ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ തുച്ഛമായ നാമമാത്രമായ കോമ്പൻസേഷൻ മാത്രമാണ് ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് കൊടുക്കുന്നത്. കേരളം പോലൊരു സംസ്ഥാനത്തിൽ അത് സാധ്യമല്ല. നിങ്ങൾ അത് റീഷെഡ്യൂൾ ചെയ്യാൻ, റീസ്ട്രക്ചർ ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ കൂടുതൽ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാണോ? തയ്യാറാണ് എങ്കിൽ അവരുമായി സംസാരിച്ച പദ്ധതി നടക്കാൻ വേണ്ടത് ചെയ്യാം. ഇതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി. യെസ്, അതനുസരിച്ച് ഗെയിൽ അധികൃതർ അവരുടെ കോമ്പൻസേഷൻ പാക്കേജ് വർദ്ധിപ്പിച്ചു, കൂട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഗം ലാൽ. അതെ, കേരളത്തിൽ ഒറ്റ വരിയെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഇപ്പൊ UDF കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ ഗെയിൽ പദ്ധതിക്ക് എതിരായിരുന്നു CPIM എന്നാ. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ കുറഞ്ഞുപോയി എന്നുള്ളതിനെതിരായിരുന്നു CPM. അതാണ് അവിടുത്തെ പ്രശ്നം. അതിന് പക്ഷേ ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്യുന്നു പറഞ്ഞാൽ അത് കോമ്പൻസേഷൻ കൂടുതൽ കിട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിനെ ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ കോൺഗ്രസ് മാറ്റുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർപ്പിച്ചു. ഇപ്പം തന്നെ സമയമെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് എതിരായിരുന്നില്ല, പക്ഷേ അതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കുന്നതിലേക്കാണ് പിന്നീട് ആ സർക്കാർ മാറിയത് എന്നുള്ളതാണ്. അതിലെ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സാന്ദർഭികമായി പറഞ്ഞത്. റോണി കെ ബേബി, അതായത് എന്നോടൊരു മുതിർന്ന UDF നേതാവ് ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. UDF വേഴ്സസ് പിണറായി എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും അധികം അലട്ടുന്ന പ്രശ്നം. ഞങ്ങളുടെ എല്ലാ ആത്മവിശ്വാസത്തെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം UDFനെ സംബന്ധിച്ച് പ്രധാന കടമ്പ അതാണ് എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ഗൗരവമായ നിരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുതന്നെ UDFനെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ വരും കാലത്തും? ആ പറഞ്ഞത് ഒരു യഥാർത്ഥ വിലയിരുത്തൽ തന്നെയാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ നാലാം വാർഷികത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കുന്നത് 100 കോടി രൂപയാണ്. അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം സുസ്ഥിര സാമ്പത്തിക അവസ്ഥയിൽ കേരളം 15ാം സ്ഥാനത്താണ്. അത്രയും സാമ്പത്തികമായി തകർന്നു നിന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഞാൻ നുണ പറയുന്നു പറഞ്ഞത് മാത്രം. ഇവിടെ UPSCയുടെ കണക്ക് ഞാൻ ഇപ്പോൾ പരിശോധിച്ചു. കഴിഞ്ഞ വർഷം PSC നൽകിയ അഡ്വൈസ് മെമ്മോ 18,051, വെറും 18,051 ആണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അവസരം ഇറങ്ങി പോകുമ്പോൾ 54,000 ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറ, ആരോ ഞാൻ പറയുന്നത് നുണയാണോ ഇല്ലയെന്ന്. ഇവിടെ ഈ പറഞ്ഞ PSC UDF നേതാവ് പറഞ്ഞ നിരീക്ഷണമാണ് വെച്ചത്. അതിനോട് എങ്ങനെ കമന്റ് ചെയ്യുന്നു? അതാ നുണയാന്ന് പറയുന്നത്. ഇറങ്ങി പോകുന്ന സമയത്ത് അഡ്വൈസ് മെമ്മോ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. ആ 4 വർഷത്തെ കണക്ക് പറ, നിങ്ങളുടെ 5 വർഷത്തെ കണക്ക് പറ, എന്നിട്ട് നമുക്ക് പരിശോധിക്കാം. എന്റെ ചോദ്യത്തിലേക്ക് റോണി, എനിക്ക് ചർച്ച കൺക്ലൂഡ് ചെയ്യണം. ചർച്ച അതിന്റെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. UDF വേഴ്സസ് പിണറായി, UDFനെ ഭയപ്പെടുത്തുന്നതാണ്. മലപ്പുറത്തേക്ക് വാ, അല്ലെ കോഴിക്കോടേക്ക് വാ, നമുക്ക് വസീഫ്, ഞാനൊരു UDF നേതാവിന്റെ കമന്റ് ആണ് പറഞ്ഞത്. ഇവിടെ ഞാൻ അദ്ദേഹത്തിന്റെ അവസാനം പറഞ്ഞ കാര്യത്തിനൂടി പറയാം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, കല്ലിട്ട് പോയ മനുഷ്യൻ, എല്ലായിടത്തും വികസനം എന്റേതാണ് എന്ന് പറയുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന്റെ UDFന്റെ നേതൃത്വം ഉമ്മൻചാണ്ടി എല്ലായിടത്തും കല്ലിട്ട് പോയ കാലത്ത് പരസ്യം കൊടുക്കാൻ ചെലവഴിച്ചത് 151 കോടി രൂപയാണ്. അതിന്റെ 41 കോടി രൂപ കൂടി
ആരാ കൊടുത്തത്? ആ ബാധ്യത കൂടി ഇടതുപക്ഷ ഗവൺമെന്റ് സഖാവ് പിണറായി വിജയനാണ് ആ കടം കൂടി കൊടുത്തു തീർത്തത് എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മിസ്റ്റർ. ഇവിടെ കേരളത്തിൽ വികസനം തുടരണം. കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവണം. കേരളത്തിലെ സാധാരണക്കാരന് ആശുപത്രി ഉണ്ടാകണം. കേരളത്തിലെ സാധാരണക്കാരന് വീടുണ്ടാകണം. കേരളത്തിലെ സാധാരണക്കാരന് സഞ്ചരിക്കാൻ റോഡ് ഉണ്ടാകണം. ഇവിടെ വികസനം വരണം, തൊഴിലുണ്ടാകണം. ഇവിടെ നിയമന നിരോധനത്തിന്റെ കാലം ഉണ്ടാകരുത്. നുണ പറഞ്ഞ് തമ്മിൽ തല്ലുന്നവർക്ക് അധികാരം ഏൽപ്പിക്കാൻ ഈ കേരളത്തിൽ മനസ്സുണ്ടാകില്ല. ഇവിടെ വികസനം തുടരും. ഇവിടെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് തുടരും. ആ തുടരും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾക്കുമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ നുണകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. റോണി പറഞ്ഞതുകൊണ്ടാണ് ഇന്നലെ പറയേണ്ടി വന്നിരുന്നു. അതായത് വർദ്ധിപ്പിച്ചിട്ടും സിദ്ധാരാമയ്യ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ആശാവർക്കർക്ക് കിട്ടുന്നത് 6000 രൂപയാണ്. 1000 രൂപ വർദ്ധിപ്പിച്ച ശേഷം കേരളത്തിൽ അത് 7000 ആണ്. മറ്റ് ഇൻസെൻറ്റീവ്സ് എല്ലാം കൂടി ചേരുമ്പോൾ 9300 രൂപയോ 9600 രൂപയോ വരും. ഞാൻ ലാൽകുമാറിലേക്ക്. ലാല്, 2021 പ്രതിപക്ഷത്തിനും കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾക്കും ഒരു കാര്യം മനസ്സിലായി: വിവാദങ്ങൾ കൊണ്ട് പിണറായിയെ തളർത്താനാവില്ല. പക്ഷേ 2025 26 തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഈ ശ്രമങ്ങൾ, ഈ ഒളിയമ്പുകൾ, ഈ പരിശ്രമം അവസാനിക്കും എന്ന് കരുതേണ്ടതില്ലല്ലോ. ന്യായമായും കാത്തിരിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യേണ്ടതായ ഒരു പരിശ്രമം പാളിപ്പോയതും പരാജയപ്പെട്ടതുമായ നിരവധി അനുഭവങ്ങളുണ്ടെങ്കിലും ആവർത്തനം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അക്കരെ 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 സിനിമയ്ക്കകത്ത് മോഹൻലാൽ നല്ല രീതിയിൽ പിടിച്ച് കവിള് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് ഇയാളുടെ ശ്രീനിവാസൻ്റെ. എന്നിട്ടും ഞാൻ ഇന്ന് മുരിങ്ങയ്ക്കാവിയൽ ഉണ്ടാക്കി നിനക്ക് തരും എന്ന് പറയുന്ന രീതിയിലാണ് മാധ്യമങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങൾ, ശ്രീനിവാസൻ്റെ റോൾ എടുക്കുന്ന മാധ്യമങ്ങൾ എത്ര അടി കിട്ടിയാലും എത്ര പ്രശ്നം ഉണ്ടായാലും ഉറപ്പായിട്ടും കോൺഗ്രസിന് വേണ്ടി വലിയ പ്രചരണം അഴിച്ചുവിടും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം CPIM അല്ലെങ്കിൽ പിണറായി വിജയൻ അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥമാണ്. കാര്യം 10 വർഷത്തോളം ഈ മനുഷ്യനിരിക്കും. 5ാമത്തെ വർഷം കഴിഞ്ഞ് ഇറക്കി വിടാമെന്ന് ഒരുപാട് കോട്ടിട്ട മാധ്യമപ്രവർത്തകർ കരുതിയെങ്കിലും അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുക. നമ്മളിപ്പം ബ്രസീൽ അർജന്റീന മത്സരത്തിനകത്ത് ഒരു അഭിമാന പ്രശ്നം പോലെ ഇവരൊരു വലിയ അഭിമാന പ്രശ്നമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ റോള്, കോൺഗ്രസിൻ്റെ റോള് വഹിക്കുന്ന മാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ വലിയ ദുഷ്പ്രചരണങ്ങൾക്കുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി 3 പേർക്കും സഹകരിച്ചതിന്.